നമ്മൾ സ്തുതിച്ചാ വെൽക്കം ചെയ്യുന്നത്, സ്തുതിച്ച് എല്ലാവരും സ്തുതിച്ചങ്ങ് വെൽക്കം ചെയ്യുവാണ്. അപ്പോഴൊക്കെ ആ സ്തുതിയുടെ ആ കോട്ട കൊണ്ട് അങ്ങോട്ട് കോട്ടക്കകത്തോട്ട് ആക്കും എല്ലാവരും. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വീട്ടിലെ ടി വി ഒരു ആക്രിക്കാരന് കൊടുത്തു വിട്ടു. വീട്ടില് ചെകുത്താൻപെട്ടിയാന്ന് പറഞ്ഞ് വീട്ടിലെ ടി വി ആക്രിക്കാരന് കൊടുത്തു വിട്ടു. എന്നെ ഇങ്ങനെ പറഞ്ഞോണ്ടേ ഇരിക്കുക. അപ്പൊ ഞാൻ ഇങ്ങനെ എനിക്ക് തിരിച്ചു പറയണമെന്നുണ്ട്. പക്ഷെ ഞാൻ ഉള്ളിൽ ഇങ്ങനെ പറയാം, ഈശോയെ ഞാൻ തിരിച്ചു പറയുവാണെങ്കിൽ അവർക്ക് ഒത്തിരി വേദന എടുക്കും. അവർക്ക് എന്നെക്കാട്ടും ഞാൻ അവളുടെ ആത്മാവിനെ നോക്കുന്നത്. പക്ഷെ നമ്മൾ എപ്പോഴൊക്കെ ഈശോയ്ക്ക് വേണ്ടി നോ പറഞ്ഞിട്ടുണ്ടോ, നമ്മൾക്ക് ഈശോ നമ്മളെ അവിടെ ഉയർത്തും. ഇപ്പം നോമ്പിന്റെ പകുതി എത്തുമ്പോൾ എന്നോട് പറഞ്ഞു, ഇനി ഞാൻ മൂവിയൊക്കെ ഡിലീറ്റ് ചെയ്ത് കളാം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഞാൻ അനുസരിക്കാൻ വേണ്ടിയോ, ഇത് കഴിഞ്ഞിട്ട് 50 ദിവസം കഴിഞ്ഞിട്ട് കാണാനുള്ളതല്ലേ. പക്ഷെ ഞാൻ അനുസരിച്ചു. നമുക്ക് കിട്ടുന്ന ഈശോ എല്ലാവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഭയങ്കര ആഗ്രഹം എല്ലാവർക്കും ഉണ്ടായിരിക്കാം. സ്നേഹത്തൂവാല കൊണ്ടു തുടയ്ക്കാം എന്റെ ഈശോയെ നിൻ പൂമുഖം. സ്നേഹപ്പൂമാല ഞാൻ കൊരുക്കാം ഈശോയെ നിൻ മാറിൽ ചാർത്താൻ. സ്നേഹപ്പൂമാല തൂവാല കൊണ്ടു തുടയ്ക്കാം എന്റെ ഈശോയെ നിൻ പൂമുഖം. സ്നേഹപ്പൂമാല ഞാൻ കൊരുക്കാം ഈശോയെ നിൻ മാറിൽ ചാർത്താൻ. വാവാ സ്നേഹരാജാവേ, എന്നെന്നും എന്നുള്ളിൽ വാഴാൻ. വാവാ സ്നേഹത്തിൻ പൂനിലാവേ, എന്നുള്ളിൽ വെൺശോഭയേകാൻ. ഈശോ വന്നില്ലേ? വന്നു സ്നേഹ, വന്നു. നിങ്ങൾ എന്താ പാട്ട് പാടിയിട്ടെ ആകെപ്പാട് ഒരു കൊച്ചിനെ മാത്രമല്ല അവ പോരും, വേറെ ആരൊന്നും. ഇത് നമ്മളിങ്ങനെ ഒരാൾ ഈശോയെ ഇങ്ങനെ സ്നേഹിക്കുന്ന കാണുമ്പോഴേ നമ്മുടെ ഒരു ഹൃദയത്തിൽ നിന്ന് അതിങ്ങനെ പൊട്ടി വരണം കേട്ടോ. സോ സ്നേഹം ഇങ്ങനെ ഈശോയുടെ സ്നേഹത്തെ കുറിച്ച് പറഞ്ഞ സമയത്തെ നിങ്ങളുടെ ആരുടെ ഉള്ളില് കർത്താവിന്റെ സ്നേഹത്തെ കുറിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ച ഫീൽ ചെയ്ത ഈശോയുടെ സ്നേഹത്തെ കുറിച്ചോ അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ തോന്നുന്നുണ്ടോ? എന്തെങ്കിലും ഒരു ചെറുതായിട്ടൊരു സാധനം. പക്ഷെ പറയുമ്പോൾ അങ്ങ് പരന്നു പോരുത്. 2-3 മിനിറ്റ് കൊണ്ട് ഒന്ന് പറയാൻ പറ്റുന്ന ആരെങ്കിലും ഈശോയുടെ സ്നേഹത്തെ കുറിച്ച്? ആർക്കും പറയാം കേട്ടോ. പറയുന്ന ആൾക്ക് ജസ്റ്റ് ഒന്ന് കൈ പൊക്കിയാൽ മതി, അല്ലെങ്കിൽ കൈ പൊക്കുവോ, നമ്മൾ പറയുന്ന ആൾക്ക് കൈ പൊക്കണേ. നമ്മൾ ഒരു മാസം ജാനുവരിയിൽ നാട്ടിൽ പോയായിരുന്നു. അപ്പം സ്കൂളിൽ ഒരു മാസം മിസ്സായി പോയി. എന്റെ ഹോംവർക്ക് ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു ആ മാസം. അപ്പം ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ചെയ്യാൻ. എനിക്ക് സങ്കടമുണ്ട്, എനിക്ക് ഭയങ്കര വെറീസ് ആണ് എനിക്ക്. അപ്പം ഞാൻ ഈശോനോട് കരഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ട്, ഈശോയെ എനിക്ക് ശക്തി താ, പിതാവ് എൻ്റെ അടുത്തോട്ട് വന്ന് എനിക്ക് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു ഈശോനോട്. അപ്പം ഇന്നലെ ഞാൻ ഈശോനോട് ചോദിച്ചു, ഈശോയെ എനിക്കൊരു സൈന് തരുമോ? അപ്പം നമ്മളുടെ ഒരു ബോക്സ് വേഴ്സസ് ഉണ്ട്. ആ വേഴ്സസ് നമ്മൾ എടുത്ത് റീഡ് ചെയ്യും. അപ്പൊ ഈശോനോട് പറഞ്ഞു, എനിക്കൊരു സൈന് തരുമോ? അപ്പം ഞാൻ ആ വേഴ്സ് എടുത്തപ്പം ഇറ്റ് സെഡ്, ഡു നോട്ട് ഫിയർ, ഐ വിൽ ഹെൽപ്പ് യു. ഐസയ 40:35 ആണെന്നാ തോന്നുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി, ഈശോ എൻ്റെ അടുത്തുണ്ട്. അപ്പൊ എൻ്റെ പേടിയെല്ലാം മാറിപ്പോയി. എനിക്കിപ്പം ഇച്ചിരി കൂടി ഒരു ശക്തിയുണ്ട് ഹോംവർക്ക് ചെയ്യാൻ. റിയാക്ഷൻസ് വരുന്നുണ്ടോ? കൊള്ളാം. ഈ ജോക്സിൻ ചേച്ചിയുടെ ഫാമിലി, ജോക്സിൻ ചേച്ചി ഇങ്ങനെ ഹസ്ബൻഡ് ഒക്കെ ആയിട്ട് ഒരുമിച്ചിരിക്കുന്നത് എല്ലാവരും അവരുടെ നിങ്ങൾ ആ വീഡിയോ ഒന്ന് സ്പോട്ട്ലൈറ്റ് ചെയ്ത് കൊടുത്തേ. ഇവര് വീട്ടുകാർ ഒരുമിച്ചിരുന്നത് കൂടാതെ എന്താ ചേച്ചി അങ്ങനെ വീട്ടുകാർ ഒരുമിച്ചിരുന്ന് കൂടാനുള്ള കാര്യം എന്താണ്? എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ ആവട്ടെ, എല്ലാവരും ഒരുമിച്ച് വരാൻ വേണ്ടി ഒരു കാര്യം പറ. ഒന്നിച്ചു ചേർന്ന് ഈശോയെ നമ്മള് സ്തുതിക്കുമ്പം ഒരു ഭയങ്കര നമുക്ക് നല്ലൊരു ഫീലിംഗ് അല്ലേ. പിന്നെ പിള്ളേർക്ക് നമുക്കത് പഠിപ്പിച്ചു കൊടുക്കാം. ഞങ്ങള് കാനഡയിലാണ്. അപ്പൊ ഇവിടുത്തെ വിശ്വാസ ജീവിതമൊക്കെ നമ്മൾ പൊതുവെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പം നമ്മൾ നാട്ടിലൊന്നും ഞങ്ങൾ വളർന്നു വന്ന പോലെ ഒരു രീതിയൊന്നും ഇവർക്ക് കിട്ടുന്നില്ല. ആ ഒരു ഈശോയുടെ അനുഭവമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇവരും കൂടെ കൂട്ടി എല്ലാരും കൂടെ ചേർന്നിരിക്കുന്നത്. ഒരു വചനമുണ്ട്, ചെറിയ കാര്യങ്ങൾ വിശ്വസ്തനായി ഞാൻ വലിയ കാര്യങ്ങൾ ഫലം ഏൽപ്പിക്കുന്നു. നമ്മൾ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരിക്കും. ഇപ്പം ചേച്ചി ഇങ്ങനെ അത് വലിയ കാര്യം കേട്ടോ, വീട്ടുകാർ ഒരുമിച്ചിരിക്കുന്നതേ. നമ്മളിങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എല്ലാവരും എല്ലാ വീട്ടുകാരൊക്കെ കൂടെ ഒരുമിച്ച് ചേർന്ന് നമ്മുടെ ഈ മീറ്റിംഗ് കൂടുന്നതേ, ഇത്ര കുടുംബങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഒരു ഭയങ്കര വിഷയമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സിസ്റ്ററെ കണ്ടപ്പോൾ സിസ്റ്റർ പറഞ്ഞേ, സിസ്റ്റർ വീഡിയോ ഓഫ് ചെയ്തിരിക്കാറ്. സിസ്റ്ററിന്റെ കോൺവെന്റിൽ ഇതിങ്ങനെ പ്രദർശിപ്പിച്ച് സൺഡേ പ്രെയർ മീറ്റിംഗ് അവർ ടി വിയിൽ കാണുമെന്ന് പറഞ്ഞു.
TV-യിൽ അവർ ഇതിങ്ങനെ പ്രദർശിപ്പിച്ച് ഇവരൊക്കെ ഒരുമിച്ച് കൂട്ടിയിരുന്ന് കാണുന്നതെന്ന് പറഞ്ഞു. ഞാൻ ഒമ്പച്ചി എന്നിട്ട് അവരൊക്കെ ഒരുമിച്ച് കൂടി കാണുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓരോരുത്തരുടെ ഉള്ളിൽ തോന്നുന്ന ഞാനിത് പറഞ്ഞത് സിസ്റ്റർ ഹെലൻ പൂവക്കോട്ടിന് ഒരു ഇൻസ്പിറേഷൻ ഞാൻ പറഞ്ഞു കേട്ടോ. അവിടെ നിന്ന് ഇറ്റലിയിൽ സകല സിസ്റ്റേഴ്സിനെ വിളിച്ചിരുത്തി ഈ ഒരുമിച്ചിരുന്ന് കൂടുന്ന ഒരു ഭയങ്കര അഭിഷേകമാണ്. നമ്മൾ അതുകൊണ്ട് എല്ലാവരെയും നമുക്ക് കിട്ടുന്ന ഈശോയെ എല്ലാവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഭയങ്കര ആഗ്രഹം എല്ലാവർക്കും ഉണ്ടായിരിക്കാം. അല്ലേ ക്രിസ്റ്റിക്ക് എന്താ തോന്നുന്നത്? ക്രിസ്റ്റിയുടെ ഉള്ളിൽ തോന്നുന്ന ഒരു കാര്യം സത്യം. ആശിഷേട്ടൻ പറഞ്ഞ പോലെ ചെറിയ കാര്യങ്ങൾ നമ്മൾ വിശ്വസ്തരാകുമ്പോൾ ഈശോ നമ്മളെ പോലും അറിയാതെ വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് തരും. അപ്പൊ നമുക്ക് ചെറുതെന്ന് തോന്നുമായിരിക്കാം, പക്ഷെ ഈശോയുടെ മുമ്പിൽ നമ്മൾ ചെയ്യുന്ന ചെറിയ എഫേർട്ടുകളായിരിക്കാം. ഇപ്പൊ എന്റെ കഴിഞ്ഞ ഒരാഴ്ചത്തെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എനിക്ക് ആനുവൽ ലീവാ, ഒരു വീക്ക് ഫുൾ ആനുവൽ ലീവ്, എന്റെ ഹസ്ബൻഡിന് ഡ്യൂട്ടി. അപ്പൊ ഞാൻ ലിറ്ററലി വീട്ടിൽ ഇരുന്ന് ബോറടിക്കുമെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഈ കഴിഞ്ഞ ഒരാഴ്ച ഞാൻ ഈശോയുടെ ആകെ പറഞ്ഞു, എനിക്ക് ബൈബിളൊക്കെ വായിക്കാൻ ഒരു ആഗ്രഹം തരണേന്ന്. ഞാൻ ഭക്ഷണം പോലും കഴിക്കുന്നില്ല, ഞാൻ ബൈബിള് വായിക്കുന്നു, ഞാൻ 1000 മണി ജപമാല ചൊല്ലി. അതൊക്കെ എത്ര പെട്ടെന്നാ തീർന്നു പോകുന്നത്. അപ്പൊ ഞാൻ ആലോചിച്ച, നമ്മൾ ഈശോയ്ക്ക് വേണ്ടി ചെറിയൊരു ആഗ്രഹമൊക്കെ വെക്കുവാണെങ്കിൽ നമുക്ക് സാഹചര്യങ്ങൾ തോന്നും, നമുക്ക് ബോറടിക്കുകയല്ല, നമുക്കൊരു ഉണർവ് ഈശോ തന്നെ തരും. നമ്മൾ ഈ സമയത്ത് നമ്മുടെ മീറ്റിംഗിൽ പുതിയതായിട്ട് വന്ന ആൾക്കാർ ആരൊക്കെയാന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് പെട്ടെന്ന് പേരിടാൻ പറ്റൂ? നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാണ്, നമ്മൾ സ്തുതിക്കാൻ പോകുന്ന സമയത്ത് ഈ മീറ്റിംഗിൽ ഇന്ന് ആദ്യമായിട്ട് വന്ന ആൾക്കാര് ഇങ്ങനെ പേരിട്ടിട്ട് പോകണം. ചാറ്റ് ബോക്സിൽ സ്തുതിക്കാൻ പോവാണ്, നമുക്ക് സമയം കളയാതിരിക്കാൻ വേണ്ടിയോ പേരിട്ടിട്ട് പോകണം. അപ്പൊ നമ്മളിങ്ങനെ പേരിടുന്ന പെട്ടെന്ന് ഇട്ടോട്ടോ, ഈ ഓരോന്ന് തുടങ്ങാൻ വെയിറ്റ് ചെയ്യണ്ട. എല്ലാവർക്കും വേണ്ടി നമ്മളൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ പോവാം. നമ്മൾ ഈ മീറ്റിംഗിലേക്ക് എല്ലാവരും ഇങ്ങനെ കൈയടിച്ച് ചുമ്മാ ഇങ്ങനെ കമർന്ന് കൈയടിച്ച് വെൽക്കം ചെയ്യുന്ന പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. നമ്മൾ സ്തുതിച്ചാ വെൽക്കം ചെയ്യുന്നത്, സ്തുതിച്ച് എല്ലാവരും സ്തുതിച്ചങ്ങ് വെൽക്കം ചെയ്യുവാണ്. അപ്പോഴൊക്കെ ആ സ്തുതിയുടെ ആ കോട്ട കൊണ്ട് അങ്ങോട്ട് കോട്ടക്കകത്തോട്ട് ആക്കും എല്ലാവരും. അപ്പൊ അതുകൊണ്ട് ഒരുമിച്ചാണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഈ സമയത്ത് ഈ വരുന്ന പുതിയ ആൾക്കാരെയും നമ്മുടെ ഇന്നത്തെ മീറ്റിങ്ങിനെ ഒക്കെ ഈശോയുടെ കയ്യിലേക്ക് കൊടുത്ത് നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് കണ്ടിന്യൂസ്ലി ഒന്ന് സ്തുതിക്കാവേ. ഈശോയെ ഹല്ലേലൂയ 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 ആരാധന 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 പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ നിറയണമേ. ഹല്ലേലൂയ 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 ആരാധന 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 പരിശുദ്ധാത്മാവേ 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 നിറയണമേ. ഹല്ലേലൂയ 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 ആരാധന ആരാധന പരിശുദ്ധാത്മാവേ നിറയണമേ. പരിശുദ്ധാത്മാവേ നിറയണമേ. പരിശുദ്ധാത്മാവേ നിറയണമേ. ആരാധന പരിശുദ്ധാത്മാവേ സ്നേഹത്തിന് അഭിഷേകത്തെ നിറയ്ക്കണമേ. അഭിഷേകത്തെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ അഭിഷേകത്തെ നിറയ്ക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ആത്മാവിനെ വർഷിക്കണമേ. ഹല്ലേലൂയ ആരാധന 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 ഈശോ 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 ഹല്ലേലൂയ 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 ശാലയായിട്ട് ഞങ്ങളെ മാറ്റണമേ. പരിശുദ്ധാത്മാവേ ഹല്ലേലൂയ ചാറ്റ് ബോക്സിൽ വചനം ഇടുവാണ്, ഇന്നത്തെ വചനം ഇടുവാണേ. നമ്മൾ എല്ലാ പ്രയർ മീറ്റിംഗിലും നമ്മളൊരു വചനം ഡിസ്കസ് ചെയ്യും. ആ വചനമാണിത്. ഇപ്പൊ ഇട്ടിട്ടുണ്ട്. ഗലാത്യ 5:16. ഗലാത്യ 5:16 വചനം. എല്ലാവർക്കും ആ വചനം ഉള്ളുകൊണ്ടൊന്ന് വായിക്കാവേ. നിങ്ങളോട് ഞാൻ പറയുന്നു, ആത്മാവിന്റെ പ്രേരണ അനുസരിച്ച് വ്യാപരിക്കുവിൻ, ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. ഗലാത്യ 5:16. നിങ്ങളോട് ഞാൻ പറയുന്നു, ആത്മാവിന്റെ പ്രേരണ അനുസരിച്ച് വ്യാപരിക്കുവിൻ, ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. ഗലാത്യ 5:16. ആത്മാവിന്റെ പ്രേരണ അനുസരിച്ച് വ്യാപരിക്കുവിൻ, ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. ഈശോ ഈ വചനത്തിന്റെ അഭിഷേകം ഞങ്ങളിലേക്ക് നിറയട്ടെ. വചനത്തിന്റെ അഭിഷേകം ഞങ്ങളിലേക്ക് നിറയട്ടെ. നമുക്ക് ഇങ്ങനെ ആഗ്രഹിക്കാതെ ഈ വചനത്തിന്റെ അഭിഷേകം നിറയാൻ ആഗ്രഹിക്കാൻ പൂർണ്ണമായിട്ടും ഈ വചനത്തിന്റെ അഭിഷേകം ഉള്ളിൽ നിറയണം. ഈശോയെ ഈ വചനത്തിന്റെ അഭിഷേകം പഠിക്കാതെ. ഗലാത്യ 5:16. നിങ്ങളോട് ഞാൻ പറയുന്ന, ആത്മാവിന്റെ പ്രേരണ അനുസരിച്ച് വ്യാപരിക്കുവിൻ, ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. ഈ വചനം ഉള്ളിൽ ഇങ്ങനെ നിറയ്ക്കാം കേട്ടോ. ആത്മാവിന്റെ പ്രേരണ അനുസരിച്ച് വ്യാപരിക്കുവിൻ, ജഡമോഹങ്ങളെ തൃപ്തിപ്പെടുത്തരുത്. അരുത്. വചനം നമുക്ക് മനസ്സിലായി, പക്ഷെ എന്നാൽ അതിന്റെ അഭിഷേകം നിറയാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇങ്ങനെ ആയിരിക്കാം.
ഈ വചനം ഉള്ളിൽ നിറയാൻ ആഗ്രഹിച്ചുകൊണ്ടെന്ന് സ്തുതിക്കാം. യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന അഭിഷേകം വ്യാപരിക്കട്ടെ. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ. ആത്മാവിൽ നിറയണമേ പരിശുദ്ധാത്മാവേ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വ്യാപരിക്കണമേ. പരിശുദ്ധാത്മാവേ വ്യാപരിക്കണമേ. പരിശുദ്ധാത്മാവേ വ്യാപരിക്കണമേ. ഈശോ ഈശോ ഈശോ. അമ്മയുടെ കരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് ഈ സമയത്ത് ഈ വചനത്തെയും ഞങ്ങൾ എല്ലാവരെയും സമർപ്പിച്ച് അമ്മയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. യെസ്, നമ്മൾ ഈ സമയത്ത് നമ്മൾ ഈ വചനം നിങ്ങൾ കണ്ടല്ലോ. ഞാൻ ആദ്യമായിട്ട് എല്ലാവരും ചോദ്യം ചോദിക്കുകയാണ്. ചോദ്യത്തിന് ആൻസർ ചാറ്റ് ബോക്സ് വരണം. ചാറ്റ് ബോക്സ് ചോദ്യം ഇതാണ്: നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളെ എങ്ങനെ സത്യമായ കാര്യം പറയണം കേട്ടോ. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളെ തോൽപ്പിക്കുന്ന, നിങ്ങളെ നിങ്ങൾ തോറ്റുപോകുന്ന നിങ്ങളുടെ ആ ഒരു ജഡത്തിന്റെ മോഹം എന്താണ്? സത്യമായ മോഹം പറയാൻ പറ്റത്തില്ലെങ്കിൽ നമ്മൾ നിങ്ങൾ തോൽപ്പിക്കുന്ന പോട്ടെ, പൊരുതുന്ന മോഹം. ചിലപ്പോൾ കൊതിയായിരിക്കാം, ചിലപ്പം ഇങ്ങനെ മറ്റ് അങ്ങനെ കാര്യങ്ങളായിരിക്കാം. എന്താണോ എല്ലാവരും ആ സാധനങ്ങൾ പെട്ടെന്ന് ചാറ്റ് ബോക്സിൽ ഇടാവോ. നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ മോഹങ്ങൾ, ഉള്ളിലുള്ള സാധനം ഇട്ടോ, സംഭവങ്ങൾ ഇട്ടോ. ചില സാധനങ്ങൾ വരത്തില്ല, പോട്ടെ, വരാൻ പറ്റുന്ന സാധനം ഇടുക. സ്പീഡ് സാധനങ്ങളുടെ ഫുഡ്, ജഡിക മോഹം, സ്ലീപ്പ്, മടി, ഫുഡ്, സംസാരം, മടി, ലോകത്തിന്റെ മകൾ, ലേസിനെസ്, മടി, മൊബൈൽ അഡിക്ഷൻ, സോഷ്യൽ മീഡിയയിൽ പെട്ടുപോകുന്നു, പ്രാർത്ഥിക്കാൻ പറ്റാത്തത്, സ്ലീപ്പ്, നിരാശ, ദേഷ്യം, സോഷ്യൽ മീഡിയ, ആങ്കർ, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ, ഓക്കെ, മടി, സ്ലീപ്പ്. ഇതിൽ നമുക്ക് ഇതല്ലാതെ ഇപ്പം ഈ ഒരു കാര്യം പറയാം. നമ്മൾ ഇനിയുള്ള ഒരു 40 മിനിറ്റ് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടിരിക്കുക. ഒരു കാര്യം ഉറപ്പ് പറയാം, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും അതും 10:30 തീരാനാവും. 10:30 ഈ കാര്യത്തൊക്കെ തീരാനാവും, എല്ലാത്തിനും തീരാനാവും. നമ്മൾ വളരെ ആഗ്രഹത്തോടെ ആയിരിക്കണം. ഈ മടി ഇട്ടവനൊക്കെ മടി പോകും, എല്ലാ കാര്യങ്ങളും ശരിയായിക്കോളും. കൊതി, ഫുഡ്, എല്ലാത്തിനുള്ള നമ്മളിങ്ങനെ എല്ലാം വിളമ്പി തരും. ഇത് കഴിക്കാന്നുള്ളത് നമ്മളിപ്പോൾ ഒരാൾ ഭക്ഷണം വിളമ്പി തന്നിട്ടുണ്ടെങ്കിൽ എണീറ്റ് പോടാ, എനിക്ക് ഇതിന്റെ ഫുഡ് വേണ്ടാന്ന് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കാര്യമില്ലല്ലോ. നമ്മൾ ഫുഡൊക്കെ വിളമ്പി തരും. അപ്പോൾ നിങ്ങൾ അത് സ്വീകരിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഈ സമയത്തൊന്ന് അമ്മയുടെ കരങ്ങളിലേക്ക് എത്ര മതി. ഇനി ഫുൾ ഇട്ടോണ്ടിരിക്കണ്ട, ഇനി അത് വിഷമിക്കും, അങ്ങനെ കണ്ട് വിഷമിക്കണ്ട. ഓക്കെ, നിർത്തിക്കോ മതി, കാര്യങ്ങളൊക്കെ മനസ്സിലായി. നമുക്ക് അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ എല്ലാ കുഴപ്പങ്ങളും കൊടുത്ത് എല്ലാം ഈശോയുടെ കയ്യിലേക്ക് കൊടുത്ത് നമുക്ക് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വചനം ഞങ്ങൾ തുറക്കാൻ പോവാണ്. ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഇപ്പൊ കേൾക്കാം. ഞാൻ ഇപ്പൊ ഈ വചനം കണ്ടപ്പോ പെട്ടെന്ന് ഒരു കാര്യം ഓർത്തതാണ്. ഇന്നലെ ഡൊമിനിക് വാളമനാലച്ചന്റെ ആദ്യ ശനിയാഴ്ച കൺവെൻഷൻ ഓൺലൈൻ കൂടിയപ്പോ അച്ഛൻ പറഞ്ഞതാണ്, നമുക്ക് ഉണ്ടാകുന്ന പ്രേരണകൾക്ക് 10 സെക്കൻഡ് സമയം ഉണ്ട്. 10 സെക്കൻഡ് സമയം കഴിഞ്ഞാൽ പിശാച് നമ്മളെ ആ മോഹത്തിലേക്ക് വീഴിക്കുമെന്ന്. ഇപ്പൊ നമുക്ക് 10 സെക്കൻഡ് സമയമുണ്ട് അതിൽ നിന്ന് നമ്മൾക്ക് തന്നെ നമ്മുടെ ബോഡിയെ അകറ്റാനായിട്ട്. 10 സെക്കൻഡ് കഴിയുമ്പം പിന്നെ അത് പിശാച് കൊണ്ടുപോകും. ഇന്നലെ അച്ഛൻ ഇങ്ങനെ ജഡിക മോഹങ്ങളെ പറ്റി പറഞ്ഞപ്പോ പെട്ടെന്ന് ഈ വചനം കണ്ടപ്പോ അത് പറയാൻ തോന്നി. നമ്മള് ഈ ജഡികമോഹങ്ങളെ നമ്മൾക്കിങ്ങനെ ഓവർകം ചെയ്യാം. നമ്മുടെ ഈ ജഡത്തിന്റെ പ്രേരണ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുവേ. നമ്മുടെ ഉള്ളിൽ ജഡത്തിന്റെ പ്രേരണ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. നമ്മൾ ഈ പാപം എന്നൊക്കെ ഇതെല്ലാം ജഡത്തിന്റെയാണല്ലോ, ഓരോ പാപങ്ങളും. ഈ ജഡത്തിന്റെ പ്രേരണയെ നിങ്ങൾ തൃപ്തിപ്പെടുത്തരുത്, ആത്മാവിന്റെ പ്രേരണ വ്യാപരിക്കുകയും. അപ്പൊ അതിപ്പോ ജഡത്തിന്റെ പ്രേരണ ഇപ്പൊ ഈ ഒരു മീറ്റിംഗ് സംഭവിക്കുന്ന കാര്യം തന്നെ, ഈ ഓരോരോ ജഡത്തിന്റെ മേഖലകളെ ഓവർകം അല്ലെങ്കിൽ ഓവർകം ചെയ്യാൻ ശ്രമിക്കുന്ന കുറെ പേരുടെ കൂട്ടായ്മയാണ് ഈ മീറ്റിംഗ്. അപ്പൊ ഓരോരുത്തരും അവരവരുടെ എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്തത് എന്ന് ഓരോരുത്തരും എങ്ങനെ ഓവർകം ചെയ്ത്, എല്ലാവരും അങ്ങോട്ട് പൂർണ്ണമായിട്ട് ചെയ്ത് കാണത്തില്ലായിരിക്കും. പക്ഷെ അതിന്റെ ഒരു യുദ്ധം എങ്ങനെയാണെന്ന് ഓരോരുത്തർ പറയുമ്പം അത് കേൾക്കുന്ന ആൾക്കാർക്ക് ആ അഭിഷേകം കിട്ടും. അയാളുടെ കൂടെ നിന്ന് അങ്ങ് പ്രാർത്ഥിക്കുമ്പം ഒരാത്മാവിലാണ് പ്രാർത്ഥിക്കുന്നത്, അപ്പൊ ആ അഭിഷേകം നമുക്ക് കിട്ടും. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഓരോ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഓരോ ജഡമോഹങ്ങളെ ഓവർകം ചെയ്തത് എങ്ങനെയാണ് എന്നൊരു കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുവാണെങ്കിൽ ഇത് ഒരു തുറക്കപ്പെടും, ഉള്ളങ്ങ് തുറക്കപ്പെടും.
ഈ ലാസ്റ്റത്തെ അഡറേഷൻ സമയത്തൊക്കെ ശരിക്കും ബ്ലെസ്സിങ്സ് നമുക്ക് കിട്ടും. ഈ ഒരു സമയത്ത് നമുക്ക് എങ്ങനെ ഓരോരോ ജഡത്തിന്റെ ഓരോ കാര്യങ്ങളെ എങ്ങനെയാണ് ഓവർകം ചെയ്തത് എന്നൊരു സാധനങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. നമുക്ക് ആർക്കാ പറയാൻ തോന്നുന്നത്? പറഞ്ഞോ. ഞാൻ പറഞ്ഞോട്ടെ. ആ എന്റെ പേര് ഹേന. ഞാൻ പറയാണ്. ഞാൻ മാരീഡ് ആണ്. എന്നാലും ഞാൻ പറയാണ്. വി ക്യാൻ ഓവർകം സിൻ ഓൺലി ബൈ റെവലേഷൻ. വെളിപാട് കിട്ടാതെ നമുക്ക് ഇതിനൊന്നും ഓവർകം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇതിനെ ഓവർകം ചെയ്തത് ഓൺലി ബൈ നോളജ്. അതായത് മാസ്റ്റർബേഷൻ ആയാലും വാട്ട് എവർ ഇറ്റ് ഈസ് വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുമോ ചേച്ചി? ഇല്ല. ഓക്കെ ഫൈൻ. പറഞ്ഞു. ഓക്കെ. അതായത് ഞാൻ പറയാവുന്നത് ദൈവം ഡിസൈൻ ചെയ്ത ഒരു ഒരു സ്ട്രക്ചർ ഉണ്ട്. ഇത് വിട്ടിട്ട് ഇതിനെ കോൺട്രഡിക്ടറി ആയിട്ട് തീർച്ചയായിട്ടും നമ്മുടെ മീഡിയാസും ദ ഹോൾ വേൾഡ് ഈസ് സെലിബ്രേറ്റിംഗ് ദിസ്. ഇവർ ഈ ലവ് ആണ് സെലിബ്രേറ്റ് ചെയ്യണം. ബട്ട് ഇതിലും ഡീപ്പർ ലവ് ആണ് ജീസസിലെ. ഈ ലവിന്റെ റെവലേഷൻ ഫുൾ ഹൈറ്റും വിട്ടും ലെങ്ത്തും ഹൈറ്റിലും കിട്ടി കഴിഞ്ഞാൽ വി വിൽ ഡെഫിനറ്റ്ലി കിൽ ദ ഫ്ലഷ്. അതായത് നമ്മൾ ജഡത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു സൃഷ്ടിയല്ല. വി ആർ ബിയോണ്ട് ആ ഫ്ലഷ്. ഇങ്ങനെ ഒരു റെവലേഷൻ കിട്ടി കഴിഞ്ഞാൽ ഈ സെക്ഷൽ സിന്നൊക്കെ നമ്മളെ എവിടെ കൊണ്ടെത്തിക്കുന്നത്? നമ്മുടെ ആ ഒരു റാങ്കിങ് ഭയങ്കര നമ്മൾ ലോ ആവാ ചെയ്യുന്നത്. ദെൻ വി ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം അഗെയിൻ. സോ ഇങ്ങനെ ഒരു റെവലേഷൻ കിട്ടുമ്പോൾ ഈശോയ്ക്ക് വേണ്ടി ഓരോ ദിവസം മുന്നോട്ട് വി ആർ ആക്ച്വലി ഗ്രോയിങ്, വി ആർ ട്രാൻസ്ഫോമിങ്. നമ്മളെ തന്നെ ഇങ്ങനെ വി ആർ നോട്ട് പ്ലേയിങ് സം കൈൻഡ് ഓഫ് ഗെയിം. ഇങ്ങനെ ഒരു പാറ്റേൺ ഇങ്ങനെ ജീവിച്ച സ്വർഗത്തിൽ പോവാം. നോ, വി ഹാവ് ടു ട്രാൻസ്ഫോം അവർ സെൽഫ് ബൈ മൈൻഡ്, സോൾ ആൻഡ് ബോഡി. സോ ബോഡിന്ന് ഔട്ടായാലാണ് സോളിലേക്കും പിന്നെ സ്പിരിറ്റ് ലെവലിലേക്കും നമുക്ക് കടക്കാൻ പറ്റുള്ളൂ. സോ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വി വിൽ നോട്ട് ഒരു ജഡം വെറും ഒരു ഓർഗൻ എന്നെ കീഴ്പ്പെടുത്തൂല. ഐ വിൽ നോട്ട്. ഞാൻ ശരിക്കും ശാസിക്കും. ഐ റിബ്യൂക്ക് ദാറ്റ്. ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ ഹൗ ഡെയർ യു എന്ന് പറഞ്ഞ് എനി ഓർഗൻ, അത് സിക്നെസ് ആയാലും കുഴപ്പമില്ല, വയറുവേദന, കാലുവേദന, എന്തായാലും ഐ സേ അതിനെ റിവ്യൂ ചെയ്യാൻ നമുക്ക് പറ്റും. ആ അതോറിറ്റിയിലേക്ക് നമ്മൾ കടക്കണം. നമ്മുടെ ഓരോ ബോഡി പാർട്സിന് നമുക്ക് എന്താ പറയാ റൂൾ ചെയ്യാൻ പറ്റും. ഇറ്റ് കനോട്ട് ഓവർകം യു. നമ്മളെ ഇല്ലാണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ ഇത് എവിടുന്ന് വരുന്നു? ഇറ്റ്സ് ഓൾ കംസ് ഫ്രം തോട്ട്. ആ തോട്ട്, അപ്പൊ നമ്മൾ ആ തോട്ടിനെയാണ് ക്യാപ്ചർ ചെയ്യേണ്ടത്. ആദ്യം എന്റെ മൈൻഡിൽ ഇത് വന്നു, ഫ്രം വേർ ഡിഡ് ഇറ്റ് കം? ക്വസ്റ്റ്യൻ ഇറ്റ്. അത് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് അങ്ങനെ അപ്പൊ അത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. അപ്പൊ അതിന് കോൺട്രഡിക്ടറി വചനം എന്താണ് അതും പറഞ്ഞ് അതിനെ റിവ്യൂ ചെയ്യണം. ദെൻ ഇറ്റ് ഇസ് ഗോൺ. ദെൻ യു ഗെറ്റ് ഹയർ റാങ്കിങ്. നമ്മൾ ശരിക്കും സ്പിരിച്വലി ഗ്രോ ആകും. നമ്മൾ സ്പിരിച്വലി നമ്മൾ ഏതിപ്പോ ഈവൻ ബെഡ്റൂം എവിടെ തന്നെയായാലും പ്രാർത്ഥിച്ച ഇറ്റ് ക്യാൻ എഫക്ട് ദ നേഷൻസ്. അതാണ് പറയുന്നത്. നമുക്ക് ഒരു സ്റ്റേജും പ്ലാറ്റ്ഫോമൊന്നും വേണ്ട. അപ്പൊ അത്രയും നമ്മൾ സ്പിരിച്വലി ഗ്രോ ആവണം എന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഈ ജഡത്തിൽ ഒതുങ്ങി കുറച്ച് അസുഖം വന്ന് പൈസായി വെച്ച് പോകാൻ ദൈവത്തിന് ഇഷ്ടമല്ല. ആ ഒരു സത്യം മനസ്സിലാക്കി വി ഹാവ് ടു ഗ്രോ ഇൻ നോളജ് ഇൻ ക്രൈസ്റ്റ്. കംപ്ലീറ്റ് നോളജ് റെവലേഷൻ നിറഞ്ഞാലാണ് നമുക്ക് ഇതിനൊക്കെ ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊന്നും തമാശയില്ലാന്ന് അപ്പൊ മനസ്സിലാവും. അതായത് ഇത് തമാശയില്ല. കാരണം നമ്മൾ ദൈവം പ്ലാൻ ചെയ്ത് പ്രകാരം അല്ലാതെ നമ്മൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഡെവിൾ ഇസ് മേക്കിംഗ് യൂസ് ഓഫ് ഇറ്റ്. യെസ്. ഈ ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ ജഡത്തിനെ നമ്മളിങ്ങനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടിരിക്കും തോറും ജഡം സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുവേ. ജഡം പറയുന്ന കാര്യങ്ങൾ നമ്മൾ ജഡത്തിന് ചെയ്ത് കൊടുത്തോണ്ടിരിക്കും തോറും, ചേച്ചി ഇടയ്ക്ക് പറഞ്ഞല്ലേ യു സ്റ്റോപ്പ് ഇറ്റ് എന്നൊരു സാധനം പറയുന്നതായിരുന്നു. ജഡത്തിന് നമ്മളിങ്ങനെ ഈ കൊടുത്തോണ്ടിരിക്കും തോറും ജഡം ഇങ്ങനെ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ ജഡം പറയുന്ന എല്ലാ കാര്യങ്ങളും കൊടുക്കാതിരിക്കുക. ജഡം പറയുന്ന കാര്യങ്ങൾ, ഇപ്പൊ നിങ്ങളൊരു ബേക്കറി കയറി ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ഷെയ്ക്ക് ഓർഡർ ചെയ്യണം തോന്നുന്നു. ഷെയ്ക്ക് ഓർഡർ ചെയ്യാൻ തോന്നുമ്പോൾ നിങ്ങൾ അവിടെ ഒരു കട്ടൻ കാപ്പിയിൽ ഒതുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ അവിടെ അങ്ങനെ ഒരു ഭയങ്കരമായ അങ്ങനെ ഒരു നമ്മളിങ്ങനെ കഴിക്കാൻ വേണ്ടി ഒരു ഈ കഴുപ്പ് ഭയങ്കര വിഷയമാണ്. നമുക്ക് തോന്നുന്നൊക്കെ വലിച്ചു വാരി കഴിക്കുമ്പോഴേ അപ്പൊ നമുക്ക് നമ്മുടെ തുറക്കപ്പെടുക, ഈ ഓർഗൻസ് ഒക്കെ അങ്ങ് ആക്റ്റീവ് ആവുകയാണ്. ഇതങ്ങോട്ട് പിന്നെ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നതൊക്കെ ദേഷ്യം വരും, കലിപ്പ് വരും, പ്രശ്നം വരും. ഇതെല്ലാം ഈ ജഡത്തിന്റെ ഭാഗമാണ്. അപ്പൊ ജഡം പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നാൽ ഇതെല്ലാം നമ്മൾ കൊടുത്തു പോകും. അപ്പൊ അതുകൊണ്ട് ഈ സാധനം ജഡത്തോട് നോ, എനിക്കത് വേണ്ട. ഈ ചായ കുടിക്കാൻ നിങ്ങൾ പഞ്ചസാര ചായ കുടിക്കാൻ ചെല്ലുമ്പോൾ ചായ വേണ്ട, ബൂസ്റ്റ് കുടിക്കാൻ തോന്നുമ്പോൾ പോയിട്ട് ഒരു കട്ടൻ കാപ്പി കുടിക്കുന്നതും ആ കട്ടൻ കാപ്പി മധുരമില്ലാതെ കുടിക്കുക, അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ ചെയ്ത് ഇങ്ങനെ ഈ ജഡത്തിനെ നമ്മുടെ ഇതിലാക്കുക കേട്ടോ. ഇത് കൃപയാണേ. യെസ്. ഇത് പറഞ്ഞ സമയത്ത് ഇങ്ങനെ ക്രിസ്റ്റിക്ക് എന്നാ തോന്നണേ, എന്തോ ഓരോ ഈ ക്രിസ്റ്റി ഓവർകം ചെയ്ത എന്തെങ്കിലും മേഖലകളുണ്ടോ? ആശിച്ചേട്ടൻ ഇപ്പൊ പറഞ്ഞില്ലേ, നമുക്ക് ഓരോരോ ടെംപ്റ്റേഷൻസ് തരുവാണ്, നമ്മളതിനെ ഓവർകം ചെയ്യണം. എനിക്കത് ഓർത്തപ്പോൾ തോന്നിയത്,
ഞാനിപ്പം ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്ത ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒരു ഫിറ്റ് ഇൻ ആവാൻ വേണ്ടി നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ ഒന്ന് ഫിറ്റ് ഇൻ ആവാൻ വേണ്ടിയുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മൾ മനഃപൂർവ്വമായിട്ട് പലതിനോടും നോ പറയും. ഞാൻ എൻ്റെ 24ാമത്തെ വയസ്സിലാണ് UK വന്നത്. അന്നപ്പം എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നില്ല, എനിക്ക് സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ഇവിടെ എല്ലാവരുടെ മുമ്പിൽ ഷീസ് വെരി ഒരു പുറത്താക്കുന്ന ഒരു ബോറായിരുന്നു ഞാൻ. പക്ഷെ അപ്പം അവര് നമ്മളെ വിളിക്കുക, നമുക്ക് പുറത്തു പോകാം, ഹാങ് ഔട്ട് ചെയ്യാം, ഡേറ്റിങ്ങിന് പോകാം, റിലേഷൻഷിപ്പ് ആക്കാം, ഇതൊക്കെ ഇവിടെ ക്യാഷ്വൽ. അപ്പം നമ്മൾ ഈശോയ്ക്ക് വേണ്ടി നോ പറയണം. അങ്ങനെ നോ പറഞ്ഞു കഴിയുമ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നു, അയ്യോ എനിക്ക് ഫ്രണ്ട്സ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഞാൻ മാറ്റി നിർത്തപ്പെടും. പക്ഷെ നമ്മൾ എപ്പോഴൊക്കെ ഈശോയ്ക്ക് വേണ്ടി നോ പറഞ്ഞിട്ടുണ്ടോ, നമുക്ക് ഈശോ നമ്മളെ അവിടെ ഉയർത്തും. നമുക്ക് അങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളൊരു ഡെലിബറേറ്റ് നോ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈശോ അവരുടെ അടുത്ത് മാറ്റി നിർത്തില്ല. നമ്മളെ അവരുടെ മുമ്പിൽ തന്നെ ഈശോ ഉയർത്തിക്കൊണ്ടുവരും. നമ്മൾ അവർക്കൊരു എക്സാമ്പിളും ആവും. എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള പലർക്കും അത് റെസനേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. അല്ലേ ഷെബയ്ക്ക് എന്നാ തോന്നുന്നേ? ഇങ്ങനെ ഓവർകം ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷനിലൊക്കെ ഷെബയ്ക്ക് ഉണ്ടോ എക്സാമ്പിൾ ആയിട്ട് പറയാനായിട്ട്? ഷേവ പറയുന്നതിന് മുമ്പേ എനിക്ക് തോന്നുന്നത് എഡ്വിൻ ഈ സാധനം പറയാൻ പറ്റും. എഡ്വിൻ ഈ പണ്ട് ഭയങ്കര ഇൻസ്റ്റാഗ്രാം അഡിക്റ്റോ അങ്ങനെ എന്തോ സംഭവങ്ങൾ ആളായിരുന്നു. എഡ്വിന്റെ ആ ഒരു പഴയ ലൈഫ് സ്റ്റോറി ചെറുതായിട്ടൊന്ന്, ആ ലൈഫ് സ്റ്റോറി ഒരുപാട് അല്ല, ഒരു 3 മിനിറ്റ് പറയാൻ പറ്റൂ? ഇങ്ങനെ അത് മാറിയത് കാര്യങ്ങളൊന്നും പറയാൻ പറ്റൂ? എഡ്വിൻ പോയോ? എഡ്വിൻ ചേട്ടൻ എവിടെ? ഞാൻ കാണുന്നില്ലല്ലോ. എഡ്വിൻ പോയ എന്നാ ഷേവ ഉണ്ടോ? എഡ്വിനെ പോട്ടെ, എന്നാ ഷേവ പറ. ഷേവ പറഞ്ഞോ. ചേച്ചി ആരും പറഞ്ഞു. പറഞ്ഞതോട് പറഞ്ഞു. നമുക്ക് ഉണ്ട്. ചേച്ചി പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. ഇപ്പൊ ചേച്ചി പറഞ്ഞതുപോലെ നമ്മളൊരു ഈ സൊസൈറ്റിയിൽ എല്ലാരും പോകുന്നത് പോലെ നമ്മൾ അല്ലാതെ ഇരിക്കുമ്പോൾ നമ്മളെന്തോ വേറൊരാളായിട്ട് എല്ലാരും കണക്കാക്കുക. അപ്പം പക്ഷെ നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ, അതും ദൈവസ്നേഹത്തോടെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആ സ്നേഹം നമ്മളിൽ ഒതുക്കുന്നില്ല, നമ്മളത് അവരിലോട്ടും പകരാണ്. അപ്പൊ അവരത് കണ്ട് ഇൻസ്പയർഡ് ആവും. ഓക്കെ, അപ്പം ഞാൻ പലരുടെ അടുത്തുനിന്നും, എസ്പെഷ്യലി യൂത്തിന്റെ അടുത്ത് ഞാൻ കേൾക്കുന്നത്, എന്നോട് കരുണ കാണിക്കാത്തവരോട് ഞാൻ കരുണ കാണിക്കൂല എന്നുള്ള രീതിയിലാണ്. എന്നോട് കൈൻഡ് അല്ലാത്തവരോട് ഞാൻ കൈൻഡ് ആവൂല. പക്ഷെ കുറെ പേര്, ഞാൻ പൊക്കി പറയുന്നല്ല, പക്ഷെ നമ്മളോട് കൈൻഡ് ആയിരുന്നില്ല. ബട്ട് സ്റ്റിൽ ഈശോ പറഞ്ഞിട്ടുണ്ട്, നീ ഒന്ന് കൈൻഡ് ആവുക, നിന്നോട് കൈൻഡ് അല്ലെങ്കിൽ നീ കൈൻഡ് ആവുക. നിന്നോട് കൈൻഡ് ആയിട്ടുള്ളവരോടാണ് നീ കൈൻഡ് ആവുന്നതിനെങ്കിൽ അവരും നീയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അപ്പോ അവര് നമ്മളോട് റൂഡാണെങ്കിലും സ്നേഹത്തോടെ മറുപടി പറയുന്നു, സ്നേഹത്തോടെ അവരുടെ അടുത്ത് പോകുന്നു. പിന്നെ അവരും നന്നായി വന്നു. അവരിലും ആ മാറ്റങ്ങൾ കാണാൻ തുടങ്ങി. അവരും ശരിയാണ്, അപ്പൊ അങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും അല്ലെ. കുറെ പേർക്ക് ഡിഫിക്കൽട്ട് ആയിരുന്നു, ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവൾക്ക് ഒട്ടും ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷെ അവളുടെ ആഗ്രഹങ്ങൾ, നമുക്ക് ആൾക്കാർക്ക് സാധനം കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അവൾക്ക് പറ്റുന്നില്ല. പക്ഷെ പതുക്കെ അവളത് ഇപ്പോഴും റെഡി ആയിട്ടില്ല, എന്നാലും അവള് ആയി വരുന്നുണ്ട്. അപ്പം സ്നേഹം ഒരുപാട് കാര്യങ്ങൾ മാറ്റും. മറ്റുള്ളവർ നമ്മളെ മാറ്റി നിർത്തുമെന്ന് വിചാരിച്ചിട്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ക്വാളിറ്റീസിനെ ഒളിപ്പിച്ച് വെക്കാനോ അല്ലെങ്കിൽ അവരെ പോലെ ആവാനോ നമ്മൾ ശ്രമിക്കേണ്ട കാര്യമില്ല. അതാണ് പറയാനുള്ളത്. എനിക്ക് തോന്നുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ അഡിക്ഷൻസിൽ ആശിഷേട്ടാ ഫുഡ് എന്നാ പറഞ്ഞേക്കുന്നതെന്ന് തോന്നുന്നു. ഫുഡ്, മടി, സ്ലീപ്പ്. ഇതിൽ കൂടുതലും ഞാൻ കണ്ടു ഭക്ഷണത്തോട് നോ പറയാൻ പറ്റില്ലെന്ന്. എനിക്ക് തോന്നുന്നു നമ്മുടെ ആകാശൻ ചേട്ടന് അതിനൊരു നല്ലൊരു ഷെയറിങ് തരാൻ പറ്റുമെന്ന്. ആകാശൻ ചേട്ടാ, ചേട്ടൻ എങ്ങനെയാ അതിനെ ഓവർകം ചെയ്യുന്നത്? അല്ലെങ്കിൽ ചേട്ടനുണ്ടോ അങ്ങനെ ഒരു ഓവർകം ചെയ്ത ഒരു എക്സാമ്പിൾ പറയാൻ? ഫുഡിന്റെ കേസിൽ ഞാൻ ഭയങ്കരമായിട്ട് ഫുഡ് നല്ലോണം കഴിക്കുമായിരുന്നു. ഈ ഫാസ്റ്റിംഗ് ഒക്കെ എടുക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ്. അപ്പോൾ ഇപ്പൊ നമ്മളിപ്പോ നോമ്പുകാലം വരുന്ന സമയത്ത് അറ്റനൂറ്റൊരു ഉപവാസം എടുക്കാൻ പറയുമ്പോൾ പോലും ഉപവാസോ എന്ന് ഞാൻ ചിന്തിച്ചു പോകാറുണ്ട്. ഇന്നൊക്കെ ചെയ്യണോ എന്നുണ്ട്. പക്ഷേ ഇപ്പോ അടുത്ത് ഇപ്പൊ പറഞ്ഞ വചനത്തിൽ പറഞ്ഞ പോലെ ആത്മാവിന്റെ പ്രേരണ അനുസരിച്ച് നമ്മളിങ്ങനെ ഇടയ്ക്ക് എടുക്കാനായിട്ട് ആഗ്രഹമുണ്ട്, എന്നെ പറ്റാറില്ല, സാധാരണ പറ്റാറില്ല. ഇപ്പൊ നമ്മുടെ നന്മത്തിൽ തന്നെ ഒരുപാട് ധ്യാനങ്ങൾ നടക്കുന്ന സമയത്ത് ഫാസ്റ്റിങ്ങിന്റെ ചാർട്ട് ഇടും. ഫാസ്റ്റിങ്ങിന്റെ ചാർട്ട് ഇടുമ്പോൾ ഞാൻ നോക്കും എല്ലാവരും ഫാസ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്, ഇത് എന്ത് ഞാൻ മാത്രം ചെയ്യാതെ, അമ്മ ചൊന്ന് ഫാസ്റ്റ് എടുത്ത് നോക്കാം എന്നുള്ള ചിന്തയിൽ ഞാൻ ചിലപ്പോൾ ഞാൻ നൈറ്റ് ആയിരിക്കും ചെയ്യുക, ഫാസ്റ്റ് ചെയ്യുക, ചിലപ്പോൾ ഉച്ചയ്ക്കായിരിക്കും. അപ്പൊ അങ്ങനെ തുടങ്ങിയപ്പോ പിന്നെ എനിക്കും ഇത് പറ്റുന്നുണ്ട്. അപ്പൊ ഞാൻ ഒന്നാണ് ചെയ്തിരുന്നെങ്കിൽ അതിപ്പോ 2ലേക്ക് മാറ്റാനായിട്ട് പറ്റിയായിരുന്നു. അപ്പോ അതെനിക്ക് ആ ധ്യാനങ്ങളുടെ ദിവസങ്ങളിലെല്ലാം ഇങ്ങനെ ത്രൂ ആയിട്ട് ചെയ്യാൻ പറ്റുന്നു. എന്നാൽ മുമ്പ് എനിക്ക് ഭയങ്കര ടഫായിട്ട് തോന്നിയിരുന്ന സംഭവം, പക്ഷെ എനിക്കിപ്പോൾ അത് അങ്ങനെ ഒരു വലിയ ബുദ്ധിമുട്ടാണ് തോന്നുന്നില്ല. കാരണം ഞാൻ സമർപ്പിക്കുവാണ്, അതായത് ധ്യാനത്തിൽ വരുന്ന എല്ലാ ആൾക്കാരും സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ കൊടുക്കുവാണ്. അപ്പോ എൻ്റെ ഉള്ളില് ഞാൻ ഈശോയുടെ സ്നേഹത്തിലേക്ക് വരുമ്പോൾ എനിക്ക് ഇതെല്ലാം ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്കിപ്പോ ബോധ്യപ്പെട്ടു വരും. പിന്നെ നമ്മളിങ്ങനെ ഇത് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മള് ബിനോയിച്ചൻ പറയാനുള്ള സാധനമുണ്ട്. നമ്മളിങ്ങനെ ഞാൻ ഈ ബിനോയിച്ചിൽ നിന്ന് പഠിച്ചൊരു കാര്യമുണ്ട്. അതായത് നമ്മളിങ്ങനെ സമർപ്പിക്കുക എന്ന് പറയുന്ന സാധനമുണ്ട്. നമ്മളിങ്ങനെ നമ്മളൊരു ഭക്ഷണം കഴിക്കുന്ന ആഗ്രഹം വരുന്നു. ഈ ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹത്തെ നമ്മൾ ഒരു ആത്മാവിന്റെ രക്ഷയെ പ്രതി നമ്മൾ സമർപ്പിക്കുന്നു.
അല്ലെങ്കിൽ നമ്മുടെ വിശദീകരണത്തിന് സമർപ്പിക്കുന്നു. നമ്മൾ എങ്ങനെ സമർപ്പിച്ചാൽ ഈ സമർപ്പണം ഈശോ കേൾക്കുന്നുള്ളതാണ്. നമ്മളൊരു ത്യാഗപ്പെടുത്തങ്ങ് സമർപ്പിക്കുക. അല്ല നമുക്ക് എങ്ങനെ വെറുതെ ഇരുന്നിട്ട് സോഫയിൽ ഇരുന്ന് AC കൊണ്ടോട്ട് പറയാം ഈശോയെ 100 ആത്മാക്കളെ രക്ഷിക്കണേ എന്ന് പറയാം. ഈശോ അത് കേൾക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഞാൻ ആ സോഫയിൽ നിന്ന് നേരത്തോട്ട് മുട്ട കുത്തി നിന്നിട്ട് ഒരു ഫുഡ് വേണ്ടെന്ന് വെച്ചിട്ട് ഈശോയെ 1000 പേരെ രക്ഷിക്കണേ എന്ന് ഞാൻ പറഞ്ഞാൽ അതിനകത്തൊരു ക്വാളിറ്റി ഉണ്ട്. അത് ഭയങ്കര പവറാണ്. നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. അപ്പൊ നമ്മള് ഈ ഫാസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞ സാധനമൊക്കെ ഭയങ്കര ആഗ്രഹത്തിൽ ചെയ്യണം. നമ്മളിതൊക്കെ അറിയാം. ഉള്ളി ഈശോയോട് കൂടി ഇരിക്കുന്നുള്ള ഉപവാസം. അപ്പൊ നമുക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നുന്ന സമയത്ത് നമ്മൾ ആ ഭക്ഷണം കഴിക്കുന്നില്ല. ഈശോയെ എന്റെ ഈ ത്യാഗത്തെ നീ ഒരു 100 ആളുകളെ രക്ഷിക്കാണ്ട് കൊടുക്കണേ എന്ന് പറഞ്ഞാൽ അതൊരു ഫൈറ്റ് ആണ്. അത് അങ്ങനെയൊക്കെ യുദ്ധം ചെയ്യാൻ വേണ്ടി വിളിക്കപ്പെട്ടത് നമ്മളെ. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മൾ ചെയ്യും തോറും നമ്മുടെ ആത്മാവിൽ നമുക്ക് വ്യാപരിക്കാൻ പറ്റും. ആത്മാവ് ശരീരത്തെ ഓവർകം ചെയ്യും. കൃപ വെളിപ്പെടും. നമ്മൾ മരിക്കും തോറും കൃപ കൂടുതൽ വെളിപ്പെടും. അതുകൊണ്ട് നമ്മൾ എങ്ങനെ മരിക്കുന്ന ഇങ്ങനെയുള്ള ഓരോ നമ്മുടെ ഇഷ്ടങ്ങളെ, ശരീരത്തിന്റെ ഇഷ്ടങ്ങളെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇങ്ങനെയുള്ള ഫിലിംസ് ഒക്കെ വേണ്ടെന്ന് വെച്ച ഒരാളാണ് ടെസ്സിക്ക് ടെസ്സി എപ്പോഴും പറയുന്നതാണ്. എന്നാൽ ടെസ്സി 2-3 വാക്ക് മിനിറ്റുകൾ പറയാൻ പറ്റുമോ? ടെസ്സിയുടെ ആ ഒരു ഈശോയാണ് ശേഷം ടെസ്സി ഇങ്ങനെ ഇത് കാര്യങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് ഒരു യാത്രയുണ്ട്. അത് ടെസ്സിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്ത് ടെസ്സിയുടെ ലൈഫിൽ ഈ ഒരു വേണ്ടെന്ന് വെച്ചുള്ള യാത്ര? ടെസ്സി പോയോ? മുങ്ങിയോ? അല്ല, ഞാൻ അങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പണ്ടും ഇങ്ങനെ മൂവീസ് ഒത്തിരി കാണുന്ന ആളല്ലായിരുന്നു. പക്ഷെ ഞാൻ ഒരിടയ്ക്ക് ഞാനിങ്ങനെ മൂവീസ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഞാനിങ്ങനെ ആക്ച്വലി ഞാൻ പറയാം, എന്റെ വീട്ടില് പപ്പ ഭയങ്കര കരിസ്മാറ്റിക് ആയിരുന്നു. അപ്പൊ ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വീട്ടിലെ TV ഒരു ആക്രിക്കാരന് കൊടുത്തു വിട്ടു. വീട്ടില് ചെകുത്താൻപെട്ടിയാന്ന് പറഞ്ഞ് വീട്ടിലെ TV ആക്രിക്കാരന് കൊടുത്തു വിട്ടു. അപ്പൊ ഞാൻ എന്റെ ഡിഗ്രി സമയത്താണ് ഞാൻ ഡിഗ്രി കഴിഞ്ഞപ്പോഴാണ് വീട്ടിൽ TV വാങ്ങിക്കുന്നത്. അപ്പൊ ആ സമയത്ത് എന്താ പറയാ, ഞാനിങ്ങനെ എന്റെ തറവാട്ടിൽ പോയിട്ട് ഈ ശാലം കാണാൻ പോവാ, ഗുഡ്നസ് കാണാൻ പോവാന്ന് എങ്ങനെ വ്യാജേനെ പോയിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സിനിമ കാണും. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ ഈ ചിരിയോ ചിരി എന്നൊരു പ്രോഗ്രാമിന് അഡിക്റ്റ് ആയിരുന്നു ഞാൻ. ആ സമയം ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകും. അപ്പൊ ഞാനിങ്ങനെ എന്താ പറയാ, നമ്മളിങ്ങനെയൊക്കെ കാണുമായിരുന്നേ. പക്ഷെ ഞാനിങ്ങനെ ഈശോനെ അറിഞ്ഞ സമയം തൊട്ട് എനിക്കൊരു കാര്യം ഇങ്ങനെ മനസ്സിലായി. ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, നമ്മൾ ഈശോയ്ക്ക് വേണ്ടി നമ്മുടെ കാര്യങ്ങൾ നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈശോ നമുക്ക് പുതിയ പുതിയ അഡിക്ഷൻസ് തരും. അതായത് ഒന്നെങ്കിൽ വചനം വായിക്കാനുള്ള താല്പര്യമായിരിക്കും, അല്ലെങ്കിൽ എന്താ പറയാ കുർബാന, എപ്പോഴും കുർബാന കൂടാൻ, അല്ലെങ്കിൽ പിറ്റേ ദിവസത്തെ കുർബാനയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കാനുള്ള കൃപയായിരിക്കും. അപ്പൊ നമ്മള് എന്താണോ നമ്മൾ ഈശോയ്ക്ക് വേണ്ടി നമ്മൾ മാറ്റി വെക്കുന്നത്, അപ്പൊ നമുക്ക് ഭയങ്കരമായിട്ട് ഈശോ കൃപയിട്ട് തരും. എനിക്കൊരു കുഞ്ഞു വചനം മനസ്സിൽ വരും കേട്ടോ ചേട്ടാ. അതിങ്ങനെയാണ് യാക്കോബിന്റെ സുവിശേഷം 5:3. വചനം ഇങ്ങനെയാണ്: നിങ്ങളുടെ സ്വർണത്തിനും വെള്ളിക്കും കറ പിടിച്ചിരിക്കുന്നു, ഈ കറ നിങ്ങൾക്കെതിരെയുള്ള സാക്ഷ്യമായിരിക്കും. എന്നിട്ട് പറയണേ, അതായത് തീ നിങ്ങളുടെ മാംസത്തെ തിന്നു കളയുന്നൊക്കെ പറഞ്ഞിട്ടൊരു വചനമുണ്ട്. അതായത് ഇങ്ങനെയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ അതായത് സമ്പത്തായിരിക്കും അവസാന നിമിഷത്തേക്ക് നിങ്ങൾ കരുതി വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടൊരു വചനമുണ്ട്. അപ്പം അതായത് നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് നമുക്കുള്ള സാക്ഷിയായിരിക്കും. അപ്പൊ നമ്മൾ ഈശോയ്ക്ക് വേണ്ടി നമ്മളൊരു കാര്യം ഈശോയ്ക്ക് വേണ്ടി വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ, ഈശോയ്ക്ക് വേണ്ടി നമ്മളത് വേണ്ട നോ പറഞ്ഞു കഴിഞ്ഞാൽ, അത് നമ്മളെ എന്താ പറയാ, നമുക്ക് സ്വർഗത്തിലേക്ക് നമ്മളെ കയറ്റാനുള്ള ഒരു വലിയൊരു സാക്ഷിയായിരിക്കും. എന്നാൽ നമ്മൾ ചെയ്യുന്ന ഒരു പാപാവസ്ഥ, നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു മോശമുള്ള കാര്യങ്ങൾ, അതൊരു കറയായിട്ട് അത് നമുക്കെതിരെയുള്ള സാക്ഷിയായിരിക്കും. അപ്പൊ നമ്മൾ തീരുമാനിക്കണം. ബൈബിൾ പറയില്ല, അഗ്നിയും ജലവും നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, ഇഷ്ടമുള്ളത് നിനക്ക് എടുക്കാം, അങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട് അല്ലേ. ജീവനും മരണവും നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, ഇഷ്ടമുള്ളത് നിനക്ക് എടുക്കാം. അപ്പൊ നമ്മൾ തീരുമാനിക്കണം നമുക്ക് എന്താണ് നമ്മളെ ഈശോയോട് ചേർത്ത് വെക്കുന്നത്. ഒരു കുഞ്ഞിക്ക കഥ, അതായത് സെയിന്റ് ആന്റണിയുടെ ഒരു കഥയുണ്ട്. സെയിന്റ് ആന്റണി ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സെയിന്റ് ആന്റണി ഒരു ഫ്യൂണറൽ നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് സെയിന്റ് ആന്റണി പ്രസംഗത്തിൽ പറയാണ്, ഈ മനുഷ്യന്റെ ഹൃദയം ഇവിടെ ഇല്ല. ഈ മനുഷ്യന്റെ, അതായത് സെയിന്റ് ആന്റണി പറയാണ്, എനിക്ക് ഈ മനുഷ്യന്റെ പ്രാർത്ഥന, അതായത് മരണം, ആ ഒരു ചടങ്ങ് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് പറ്റുന്നില്ല, കാരണം ഈ മനുഷ്യന്റെ ഹൃദയം ഇവിടെ ഇല്ല. അപ്പോഴത്തേനും എന്ത് ചെയ്തു, ഇയാൾ ചെന്നിട്ട് മറ്റേ ആൾക്കാർ ചെന്നിട്ട് ഈ പുള്ളിയുടെ പണപ്പെട്ടി ചെന്ന് നോക്കിയപ്പോഴത്തേനും ഈ മരിച്ച വ്യക്തിയുടെ ഹൃദയം അവിടെ ആ ഒരു മാംസമായിട്ട് ആ ഹൃദയം അവിടെ കിടക്കുക. അതായത് ആ ധനപ്പെട്ടിക്കകത്ത് ആ ഒരു ബോക്സിനകത്ത് കിടക്കുക. അപ്പൊ നമ്മൾ ഇത് തന്നെയാണ് നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഈ പാപം ചെയ്യുമ്പം, അല്ലെങ്കിൽ ഈശോയ്ക്ക് 1ാം സ്ഥാനം കൊടുക്കാതെ മറ്റു ചില കാര്യങ്ങളുടെ പിന്നാലെ പോകുമ്പം നമ്മളുടെ ഹൃദയം നമ്മൾ എവിടെയാണ് നിക്ഷേപിച്ചേക്കെന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നമ്മൾ തീരുമാനിക്കണം നമ്മുടെ ഹൃദയം ഈശോയുടെ ഹൃദയമായിട്ട് തുടിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കും. ടെസ്സി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ടെസ്സിക്ക് ഒരു വിഷമം തോന്നുന്നു, ഇത്ര ഒരുപാട് സിനിമകൾ റിലീസ് ആവുന്നതൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. പക്ഷേ അടിച്ചമർത്തൽ ഫീൽ ചെയ്യാറുണ്ടോ? ഉണ്ട് ചേട്ടാ. അതായത് എന്റെ വീട്ടിൽ TV ഇല്ലായിരുന്നു, അത് ഞാൻ പറഞ്ഞു. അതായത് എനിക്ക് ഭയങ്കരമായിട്ട് ആക്ച്വലി ഈശോനെ, അതായത് ഞാനൊരു ധ്യാനം കൂടിയാണ് സത്യം പറഞ്ഞത് മാനസാന്തരത്തിലോട്ട് വരുന്നത്. പക്ഷെ എന്റെ വീട്ടുകാർ ഞാൻ പറഞ്ഞല്ലോ മുഴുത്ത പ്രാർത്ഥനക്കാരാ. അപ്പൊ എന്നെ സംബന്ധിച്ചിട്ട് വീട്ടിൽ TV ഇല്ലാന്ന് പറയാൻ ഭയങ്കര നാണക്കേടായിരുന്നു. അപ്പം ഈ എന്റെ കൂട്ടുകാരായിട്ട്, പ്രത്യേകിച്ച് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് കൂട്ടുകാർ ഇപ്പോഴത്തെ അവസ്ഥ
ചേട്ടാ ഞാൻ ഇപ്പൊ പറയട്ടെ, ഇപ്പൊ ഞാൻ പറയട്ടെ. ഇപ്പം അതായത് എന്റെ മനസ്സിലോട്ട് വരും, എന്റെ കൂട്ടുകാരെന്നെ കളിയാക്കും. പക്ഷെ എന്റെ മനസ്സിലോട്ട് വരുന്ന ഒരു വചനം എന്താന്ന് വെച്ചാൽ, പണ്ട് എന്റെ മനസ്സിലൊരു ചമ്മലും നാണമൊക്കെ വന്നോണ്ടിരുന്നെങ്കിൽ ഇപ്പൊ എന്റെ മനസ്സിൽ വരുന്ന ഒരു വചനമാണ് 1 Corinthians 1:18. നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം ഭോഷത്വമാണ്, രക്ഷയിലൂടെ ശരിക്കും നമുക്കൊരു ദൈവത്തിന്റെ ശക്തി അത്ര. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മൾ ശരിക്കും ബാക്കിയുള്ളവരുടെ മുന്നിൽ നമ്മൾ സിനിമ കാണാത്തപ്പോൾ എന്നെ ഒത്തിരി പേര് കളിയാക്കാറുണ്ട്. കാരണം അവരെന്നോട് ചോദിക്കും, ഞാൻ സത്യം പറഞ്ഞാൽ റിപ്പീറ്റ് അടിച്ച് കാണുന്ന സിനിമ ഇതാണ്, സെയിന്റ് ജോസഫ് കുപ്പർത്തീനോയും പിന്നെ ഇത് എന്താ സെയിന്റ് ബർണഡീറ്റയുടെ സോങ് ഓഫ് സെയിന്റ് ബർണഡീറ്റ. അപ്പൊ അതാണ് ഞാൻ കാണുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ളവർ മുന്നിൽ നമ്മൾ ഭയങ്കര പൊട്ടന്മാരായിരിക്കും, പക്ഷെ നമ്മൾ അറിയാതെ അത് പരിശുദ്ധമോ തരുന്ന ഒരു ആനന്ദമാണ്. നമ്മൾ പലതും ലോകത്തിന്റെ കാര്യങ്ങളിൽ നമ്മൾ നോ പറഞ്ഞു നിൽക്കുമ്പം നമുക്ക് ഈശോ തരുന്ന ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷം അത് ശരിക്കും കുറെ കാര്യങ്ങൾ ഇങ്ങനെ വേണ്ട 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 നോ 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 പറഞ്ഞു കഴിയുമ്പോൾ ആദ്യമൊക്കെ ഭയങ്കര വേദന ഉണ്ടാവും, പിന്നെ അത് തരുന്നത് ഭയങ്കര ഒരു സന്തോഷമാണ്. പൊട്ടന്മാരാകുമ്പോ കളിയാക്കുമ്പോ ഒരു സന്തോഷം. അപ്പം ഈ ടെസ്സി ഇങ്ങനെ ഈ കാര്യം പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ചില ആൾക്കാരുടെ ഉള്ളിൽ ഒരു പ്രത്യേക വേദന തോന്നും. കാരണം എന്റെ വീട്ടുകാർ എന്റെ കൂടെ എന്നോട് സിനിമ കാണാൻ പറയുന്ന സമയത്ത് ഞാൻ അപ്പം അവരോട് സിനിമയ്ക്ക് പോകണ്ടേ, ഈ പിള്ളേരെന്ത് വൃത്തിയോടെ പറയുന്നത്, അതൊക്കെ ഞങ്ങളുടെ മനസ്സ് മനസ്സിലാവും എന്നൊരു സാധനം നിങ്ങളുടെ ഉള്ളിൽ തോന്നുമല്ലോ, തോന്നിയ കുറെ പേര് കാണുമല്ലോ. അപ്പൊ അങ്ങനെയുള്ളവരോട് എനിക്ക് തോന്നുന്നു ഷേബയ്ക്ക് എന്തിനും പറയാൻ പറ്റും. ഷേബയുടെ എനിക്ക് കുറച്ച് ഷേബയുടെ കാര്യം ലൈഫിൽ പറയാനുണ്ട്. പറഞ്ഞു ഷേബ. എനിക്ക് സംഭവിക്കാറുള്ളതെന്ന് വെച്ചാല്, ഇപ്പൊ നമ്മള് വീട്ടില് എല്ലാരും കൂടെ സിനിമ കാണാൻ പോകുമ്പോ ഞാൻ മാത്രം എന്റെ വീട്ടില് ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ നമ്മൾ എന്തായാലും സിനിമ കാണാൻ പോയേ പറ്റുള്ളൂ അപ്പയുടെ അമ്മയുടെ കൂടെ. അപ്പൊ ഞാൻ ഇങ്ങനെ ഈശോനോട് പ്രാർത്ഥിക്കും, ഈശോയെ നിനക്കറിയാലോ എനിക്ക് സിനിമ കാണാൻ ആഗ്രഹമില്ല. കാരണം നമുക്കറിയാം ഈ ഇതിലൂടെയൊക്കെ ഒരുപാട് ദുഷ്ടശക്തി പ്രവർത്തിക്കുകയും നമ്മളിലേക്ക് ചീത്ത ചിന്തകളൊക്കെ കൊണ്ടുവരികയും ചെയ്യും. അപ്പൊ ഞാനിങ്ങനെ പ്രാർത്ഥിക്കും, ഈശോയെ എന്ത് കാണും എന്റെ കണ്ണിനെ വിശദീകരിക്കണമേ, എന്റെ ചിന്തകളെ വിശദീകരിക്കണമേ, തെറ്റായിട്ടുള്ളതൊന്നും എന്റെ ഹൃദയത്തിൽ കയറാൻ നീ അനുവദിക്കരുതേ. അങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ തിയേറ്ററിൽ ഇരിക്കും. എന്റെ ഓരോ സീൻ വരുമ്പോഴായാലും കർത്താവേ ഇത് നല്ല കാര്യങ്ങൾ മാത്രം ഇതിലൂടെ എനിക്ക് മനസ്സിലാക്കാനുള്ള കൃപ തരണേ, ചീത്തയായതൊക്കെ പോവാനായിട്ട് സഹായിക്കണമേ. ആ ചിന്തകൾ നമ്മുടെ ഉള്ളിൽ കിടന്ന് ഇപ്പൊ എന്തെങ്കിലും മോശപ്പെട്ട എന്തെങ്കിലും വന്നാൽ പോലും ആ ചിന്തകൾ നമ്മുടെ ഉള്ളിൽ കിടക്കാൻ നമ്മൾ സമ്മതിക്കരുത്. അതങ്ങനെ കിടക്കുമ്പോഴാണ് നമ്മൾ പിന്നെ പാപത്തിലേക്ക് വഴുതി പോകുന്നത്. അപ്പം ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച് സിനിമ കാണുമ്പോഴത്തേക്കും ഓക്കെ കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഇത് സിനിമ കാണാനുള്ള ഒരു പ്രൊമോഷൻ ആയിട്ട് നിങ്ങൾ ആരും വിചാരിക്കരുത്. നമ്മൾക്ക് സിനിമ കാണാനായിട്ട് തോന്നൽ വരുമ്പോഴത്തേക്കും ഈശോന്റെ കുറെ സിനിമകൾ കർത്താവ് എന്ന് വെച്ചാല് ദൈവം അനുഗ്രഹിച്ചിട്ട് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ ചോസൻ സീരീസ് ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ ജസ്റ്റ് ചേച്ചി പറഞ്ഞ പോലെ സെയിന്റ് ബെനഡിക്റ്റിന്റെ ഫിലിം ഉണ്ട്. എനിക്ക് ഏറ്റവും എന്നെ ടച്ച് ചെയ്തതെന്ന് വെച്ചാല് ചോസണും സെയിന്റ് ഫ്രാൻസിസ് അസീസിയുടെയും ക്ലാരയുടെയും ഫിലിംസ് ആണ്. അപ്പൊ അത് കാണുമ്പോൾ എന്ന് വെച്ചാല് സിനിമ നിങ്ങൾക്ക് എന്തായാലും കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യം കണ്ടാല് അതിലൂടെ നമ്മുടെ ആത്മാവും രക്ഷപ്പെടും. നമ്മുടെ ആത്മാവ് രക്ഷപ്പെടുന്നതിലൂടെ മറ്റുള്ളവരുടെ ആത്മാവിനെ രക്ഷിക്കാനായിട്ടുള്ള ഒരു കൃപയെ നമുക്ക് തരും. അതിൻ്റെ അകത്ത് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യും. എനിക്ക് ഇപ്പോഴും ആ വേഴ്സ് ഓർമ്മയുണ്ട്, ഐ ഹാവ് കോൾഡ് യു ബൈ നെയിം, ഐ ഹാവ് റെഡീംഡ് യു, യു ആർ മൈൻ. അത് ചോസണ്ട് പറയുന്നതാ. ഞാൻ അങ്ങനെ പെട്ടെന്ന് വചനം അങ്ങനെ പഠിക്കുന്ന ആളല്ല, പക്ഷെ ഇതിങ്ങനെ ഞാൻ ആ സീരീസ് ഒരൊറ്റ പ്രാവശ്യം കണ്ടുള്ള ആ സീൻ, എന്നിട്ട് അത് ഓർമ്മ വരുന്നുണ്ട്. എന്ന് വെച്ചാല് ദൈവവചനം ജീവിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മള് ചീത്തതിനെ നല്ലതായിട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാം എന്നുള്ള രീതിയിലാണ്. അപ്പൊ അങ്ങനത്തെ കാര്യം കണ്ടു തുടങ്ങിയാൽ നമുക്ക് മാത്രമല്ല നമ്മുടെ ചുറ്റുമുള്ളവർക്ക് നമുക്ക് ഉപകാരപ്പെടുത്താൻ പറ്റും. ഷേബ പറഞ്ഞ ചോസൻ സീരീസ് എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദ ബെസ്റ്റ് കേട്ടോ. കാരണം എൻ്റെ ലൈഫിൽ ഇതുപോലെ ഒരു ഭയങ്കരമായ ഒരു പെയിൻഫുൾ സിറ്റുവേഷനിലൂടെ ഞാൻ പോയപ്പോൾ എനിക്ക് എനിക്ക് തോന്നുന്നു ചോസൻ ഞാൻ ഒരു 3-4 പ്രാവശ്യം കണ്ടിട്ടുണ്ടായി എല്ലാ എപ്പിസോഡ്സും. പക്ഷെ അന്ന് ഈശോ എന്നോട് വന്നിരുന്ന് പറയുന്ന പോലെയായിരുന്നു എനിക്ക്. അതായത് എനിക്കൊരു എക്ടോപിക് പ്രഗ്നൻസി നടന്നു, പെട്ടെന്നായിരുന്നു എനിക്ക് എക്ടോപിക് പ്രഗ്നൻസി വന്നു, എൻ്റെ ട്യൂബ് റിമൂവ് ചെയ്യേണ്ടി വന്നു. അപ്പൊ ഞങ്ങൾക്ക് 4 വീക്സ് ആയ ഞങ്ങളുടെ ബേബി നഷ്ടപ്പെട്ടു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും തകർന്നിരിക്കുക, ജീവിതത്തിൽ എന്നാ ഇനി ചെയ്യണ്ടേ എന്ന് പറഞ്ഞിരുന്ന സമയത്ത് ഞാൻ ചോസൻ സീരീസ് ഫ്രണ്ടിൽ എടുത്തിട്ട സമയത്ത് എനിക്ക് വന്ന ഒരു സീന് ഈശോ പറയുന്നതാണ്. ഞാൻ ഈശോയോട് ചോദിച്ചു, ഈശോ ഞാൻ നിനക്ക് വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്തപ്പോ എന്തുകൊണ്ട് ഞാൻ അറിയാതെ പോയി ഈ കാര്യമെന്നായിരുന്നു. അപ്പൊ എന്റെ മുന്നിൽ വന്ന സീൻ ഇതായിരുന്നു, നീ എനിക്ക് വേണ്ടി പോവുകയാണ്, നീ എനിക്ക് വേണ്ടി ജോലി ചെയ്യുന്നുണ്ടെന്ന് അറിയാം, പക്ഷെ നിന്നെ ഞാൻ അനുവദിക്കുന്ന ചില സഹനങ്ങളുണ്ടെന്ന്. അപ്പോഴാണ് ഞാൻ അറിഞ്ഞ് ജീവിതത്തിൽ ഇങ്ങനെ നമ്മൾ വിചാരിക്കില്ല നമുക്കൊരു ഫിലിമിന് നമ്മളെ ഇത്രമാത്രം മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പൊ അങ്ങനെയൊക്കെ ഈശോ നമുക്ക് അവസരങ്ങൾ തരും. എനിക്ക് തോന്നുന്നു എന്നേക്കാൾ കൂടുതൽ കുറച്ചും കൂടിയൊക്കെ ഈ സോഷ്യൽ മീഡിയസിൽ അല്ലെങ്കിൽ ഫിലിമിനോടൊക്കെ ഒരു നോ പറഞ്ഞ കഥ ജോബി ഷേട്ടിന് പറയാനുണ്ടെന്ന് തോന്നുന്നു. ജോബി ഷേട്ടാ? ഞാന് ഒരു സമയത്ത് എന്റെ പ്രാർത്ഥന എങ്ങനെയാന്ന് വെച്ചാൽ, ഈശോ ഒട്ടും സമയം കിട്ടുന്നില്ലല്ലോ സിനിമ കാണാൻ. കാരണം അത്രയ്ക്ക് സിനിമയിലൂടെ ഒരു കമ്പമാണ്. ഞാനിങ്ങനെ ഇങ്ങനെ ഫ്രീ കിട്ടുമ്പോഴൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെക്കും സിനിമകൾ. അങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇങ്ങനെ വെക്കും, പക്ഷെ കാണാൻ എനിക്ക് സമയം കിട്ടുന്നില്ല.
മാസത്തിൽ 1-2 ദിവസമേ ഫ്രീ കിട്ടുള്ളൂ. അതായത് വീക്കെൻഡ് ഒക്കെ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പണി വരും. അങ്ങനെ അങ്ങനെ നല്ല ബുദ്ധിമുട്ടിലാണ്. പക്ഷെ നിങ്ങൾ ഓർക്കും അപ്പൊ ഈ 1-2 ദിവസം മാസത്തിൽ ലീവ് കിട്ടുമ്പോൾ ഞാൻ ഈ സിനിമകൾ കണ്ടു തീർക്കൂലെന്ന്. ഈ 20 സിനിമയും ഞാൻ ആ 1-2 ദിവസത്തിനുള്ളിൽ കണ്ടു തീർക്കും. വൈഫ് ഇപ്പോ ഇല്ല, അല്ലെങ്കിൽ സാക്ഷ്യം പറഞ്ഞേനെ. അപ്പൊ അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു. എനിക്ക് ശരിക്കും ഈ അഡിക്ഷൻ മാറ്റണമെന്നുണ്ട്. ഈ നമ്മൾ നോമ്പെടുക്കൂലേ, നോമ്പെടുക്കും. നോമ്പ് കഴിയുമ്പോൾ നമ്മൾ പണ്ടൊക്കെ കുഞ്ഞുനാളിൽ ആ നോമ്പ് കഴിയാൻ കാത്തിരിക്കും ഈ ഇറച്ചിയൊക്കെ തിന്നാനായിട്ട്. അതുപോലെ ഞാൻ നോമ്പ് കഴിയാൻ കാത്തിരിക്കും വീണ്ടും സിനിമ കാണാനായിട്ട്. അപ്പം സിനിമ ആ ഒരു അങ്ങനെ ത്വരയാണ്. പക്ഷെ ഇത്തവണ അല്ല, ഇതിന് 2 വർഷം ഒരു വർഷം മുന്നത്തെ 50 നോമ്പ് ഞാൻ എടുത്തപ്പോൾ ഞാൻ ഇങ്ങനെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഉള്ളിൽ നിന്ന് നമുക്ക് പ്രേരണ കിട്ടുകയാണ്, നോമ്പ് എടുക്കണം, ഇത് ഉപേക്ഷിക്കണം. ഓക്കെ, ഞാൻ നോമ്പ് എടുത്തു തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ നോമ്പിന്റെ പകുതി എത്തുമ്പോൾ എന്നോട് പറഞ്ഞു, ഇനി ആ മൂവിയൊക്കെ ഡിലീറ്റ് ചെയ്ത് കളാം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ അനുസരിക്കണം വേണ്ടയോ, ഇത് കഴിഞ്ഞിട്ട് 50 ദിവസം കഴിഞ്ഞിട്ട് കാണാനുള്ളതല്ലേ. പക്ഷെ ഞാൻ അനുസരിച്ചു. നമ്മൾ അനുസരിച്ചാൽ ആണല്ലോ പിന്നീടും പരിശുദ്ധാത്മാവോട് സംസാരിക്കുക. പക്ഷെ നെക്സ്റ്റ് എന്താ വെച്ചാൽ ഈ ഡൗൺലോഡ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഡിലീറ്റ് ചെയ്യാനാണ് തോന്നൽ തരുന്നത്. അതും ഞാൻ അനുസരിച്ചു. 50 ദിവസം കഴിഞ്ഞു. അതിനുശേഷം ഞാൻ ആ പേഴ്സണൽ ലാപ്ടോപ്പ് അടച്ചു വെച്ചു, പിന്നെ തുറന്നിട്ടില്ല. അത് എങ്ങനെയാ, അതായത് നമ്മൾ ഈ കണ്ണിന്റെ ഈ വട്ടലച്ചൻ പറയാറില്ലേ, ഇങ്ങനെ നമ്മൾ ഈ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ ആ ഒരു ത്വരയില്ലേ, ആ ഒരു കാണാനുള്ള ആ ദാഹം, അത് പാതാളം പോലെ അഗാധമാണെന്ന് പറയുന്നത്. എത്ര കണ്ടാലും നമുക്ക് മതി വരത്തില്ല. അതേസമയം നമ്മൾ ആത്മാവ് ഇങ്ങനെ പറയുക നമ്മളോട്, നോ അത് കാണണ്ടെന്ന് പറഞ്ഞാല് അത് നമ്മൾ അനുസരിക്കുവാണെങ്കിൽ പിന്നീട് ഞാൻ ആ പേഴ്സണൽ ലാപ്ടോപ്പ് തുറക്കാറില്ല. കാരണം എനിക്ക് സിനിമ കാണണ്ട. കാരണം ആ ഒരു താല്പര്യം, ആ ഒരു ആഗ്രഹം മാറി എന്നുള്ളതാണ് ദൈവത്തിന്റെ ഒരു കൃപ. അതിനുശേഷം ഇതുകൂടെ പറഞ്ഞോട്ടെ, അതിനുശേഷമാണ് ഞാൻ ഈ നന്മമരത്തിൽ ജോയിൻ ചെയ്യുന്നത്. അതായത് എനിക്ക് കൃപ കിട്ടി. അതായത് പരിശുദ്ധാത്മാവ്, ഞാൻ ഒരു കാര്യം അനുസരിച്ചപ്പോൾ എനിക്ക് ഇവിടെ മറുഭാഗത്ത് ആത്മാവും ജഡവും തമ്മിൽ ഒരു യുദ്ധം നടക്കുവാണല്ലോ. അതായത് ഭൂമിയുടെ മോഹവും ആത്മാവിന്റെ ഇതും തമ്മിൽ ഒരു യുദ്ധം നടക്കുവാണ്. അപ്പൊ ആത്മാവിനോട് ഞാൻ യെസ് പറഞ്ഞപ്പോൾ ഇവിടെ എനിക്ക് നന്മമരത്തിൽ ഒരു ഓപ്പണിംഗ് കിട്ടി. നന്മമരത്തിൽ എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റി. എനിക്ക് ഇങ്ങനെ പറയാനുള്ള ധൈര്യമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോ ഓഫാക്കി, ഇവിടെ കുറെ പേരില്ലേ വീഡിയോ ഓഫാക്കി മ്യൂട്ടാക്കി അങ്ങനെ ഇരിക്കുള്ളായിരുന്നു. പക്ഷെ പയ്യെ വീഡിയോ ഓൺ ആക്കാനുള്ള ധൈര്യം, സംസാരിക്കാനുള്ള ധൈര്യമൊക്കെ പരിശുദ്ധാത്മാവ് തന്നു. ഇതിപ്പോ ഇതുപോലെ പറയാനുള്ള ധൈര്യം എനിക്ക് പരിശുദ്ധാത്മാവ് തന്നു. അപ്പൊ മാത്രമല്ല, ഇപ്പൊ അന്ന് സമയമില്ലാത്ത ഒരു സിനിമ പോലും കാണാൻ സമയമില്ല എന്നൊക്കെ ഞാൻ പറയില്ലായിരുന്നു. ഇന്ന് നന്മമരത്തിന്റെ ടീംസിന്റെ ഭാഗമായിട്ട് എനിക്ക് വർക്ക് ചെയ്യാനായിട്ട്, ഞായറാഴ്ച സൺഡേ സ്കൂൾ എടുക്കാനായിട്ട്, മതബോധനത്തിൽ പഠിപ്പിക്കാനായിട്ടൊക്കെ എനിക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിന് കൂടെ എനിക്ക് ഇപ്പോഴും ഫ്രീ ടൈം ഉണ്ട്, ഇഷ്ടം പോലെ ഫ്രീ ടൈം ഉണ്ട്. അതാണ് സമയമാണ് ദൈവം എനിക്ക് തന്ന ഗിഫ്റ്റ്. ഇതെല്ലാം ചെയ്തിട്ടും എനിക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. എല്ലാവരും ഒന്ന് കൈയടിക്കുക. എനിക്ക് ഈ ജോബിഷ് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ശരിക്കും ഉപകാരപ്പെടും. ഒന്ന് കൈയടിച്ചല്ലോ. ഈ ഒരു സംഭവം നമ്മുടെ ഉള്ളിൽ ഈ സാധനം വരും. ഈ പ്രേരണ ഇപ്പൊ ഇത് കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഈ എന്തോ ഒരു സാധനം ഉണ്ടല്ലോ, എന്തോ ഒരു അഡിക്ഷൻ ഉണ്ടല്ലോ, അത് വേണ്ട എന്നൊരു സാധനം ഉറപ്പായിട്ട് ഇന്ന് കിട്ടും. ഇന്നത്തെ പ്രയർ മീറ്റിംഗ് ഉറപ്പായിട്ട് അത് കിട്ടും. അത് കിട്ടും. അത് അനുസരിച്ചാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന കാര്യം ഇവിടെ പറഞ്ഞത്. നമ്മളത് അനുസരിച്ചാൽ തുറക്കപ്പെടും. കൃപയുടെ ഒരു ഗേറ്റ് അങ്ങ് തുറക്കും. അതങ്ങ് ലോക്കിട്ട് തുറക്കണം. അനുസരണം മാത്രം മതി. അത് ബൈബിളിൽ വചനമുണ്ട്, നിങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയോട് അഭിലഷിക്കുന്നു. അതിനുണ്ട്, നിങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയോട് അഭിലഷിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന, മരിച്ചവരെ പോയി ഉയർപ്പിക്കാൻ പറ്റുന്ന ശക്തിയുള്ള ആത്മാവ് നമ്മുടെ ഉള്ളിലുള്ളതേ. ഇതിനെ നമ്മൾ ഇങ്ങനെ പൂട്ടിയിടരുത്. നമ്മൾ യെസ് പറയുക, തുറക്കപ്പെടും. ഇത് ഗേറ്റ് അങ്ങ് തുറക്കപ്പെടും. കൃപയുടെ ഗേറ്റ് അങ്ങ് തുറന്നാണ്ടല്ലോ, പിന്നെ അഭിഷേകമാണ്. ഇത് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ഇങ്ങനെ ത്രില്ലടിച്ച് അൽഫോൻസ ജോസഫ് കേട്ടോണ്ടിരിക്കുക. അൽഫോൻസ് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്ന ലവ് ഒക്കെ ഇട്ട് ഇങ്ങനെ അടിച്ച് മീനെ കേൾക്കുന്നത്. അൽഫോൻസ് കേൾക്കാൻ പറയാൻ തോന്നുന്നു. അൽഫോൻസ്, എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. അതുപോലെ എനിക്കിങ്ങനെ ഉള്ളിങ്ങനെ നിറഞ്ഞിരിക്കുകയാണെ. അതായത് ഈശോയുടെ സ്നേഹം ഇങ്ങനെ അനുഭവിച്ചു കഴിഞ്ഞാൽ എല്ലാം ഇങ്ങനെ നമുക്ക് തന്നെ, നമ്മളായിട്ട് ഇങ്ങനെ തന്നെയായിട്ട് എല്ലാം വേണ്ടെന്ന് തന്നെ വെക്കും. അതായത് അത് ഈശ്വര സ്നേഹം കിട്ടിക്കഴിയുമ്പോഴത്തേനും എല്ലാം അങ്ങ് പോവും. എന്ന് വെച്ചാൽ നമുക്ക് പിന്നെ അങ്ങനെ ഒന്നും വേണ്ട. പിന്നെ നമുക്ക് ഈശോയുടെ അടുത്തിരുന്നാൽ മതി. ഇങ്ങനെ ഈശോയെ കുറിച്ചുള്ള ഒരു ചിന്തകൾ എപ്പോഴും കയറി വരുന്നത്. എനിക്ക് പറയാൻ പോലും പറ്റുന്നില്ല. സ്നേഹ തോമസിന് ഈശോയുടെ സ്നേഹത്തെ കുറിച്ച് അൽഫോൻസ് പറഞ്ഞപ്പോ സ്നേഹ തോമസ് പറയാൻ പറ്റത്തില്ല. സ്നേഹ തോമസേ, ഈശോയുടെ സ്നേഹത്തിന്റെ സാധനം പറയോ? അതിപ്പോ അൽഫോൻസ് ചേച്ചി പറഞ്ഞില്ല, പറയാൻ പറ്റുന്നില്ല. അപ്പത്തേനും ചിലപ്പോ ഞാൻ പണ്ടായിരുന്നു ഓർത്തേനെ, ഈ അൽഫോൻസ് ചേച്ചി എന്താ കാണിക്കുന്നത്, എന്ത് പറയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാ പോരെ, അങ്ങനെ ഞാൻ ഓർത്തേനെ. പക്ഷെ ഇപ്പൊ അൽഫോൻസ് ചേച്ചി പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അത് പറ്റത്തില്ലെന്നേ. അത് സന്തോഷമാ. വേറെ എന്ത് വേണം? സിനിമ വേണോ? വേണ്ട. സിനിമയ്ക്കൊന്നും തരാൻ പറ്റില്ലെന്നേ. സിനിമയൊക്കെ ഇന്ന് കണ്ടു കഴിഞ്ഞ 2 മണിക്കൂറിൽ ചിലപ്പോ ഒരു സന്തോഷം ഉണ്ടാവും. ഇൻസ്റ്റാഗ്രാം ഒക്കെ തോണ്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് ഒരു സന്തോഷം ഉണ്ടാവും. എന്തെങ്കിലും 2 പേരുടെ കുറ്റം പറയുമ്പോൾ എന്തെങ്കിലും ഒരു സന്തോഷം അപ്പൊ കിട്ടും.
പക്ഷെ പാപത്തിന്റെ ഭാരം അവിടെ കൂടി, അത് ഓർക്കണേ. പക്ഷെ ആ ഒരു നിമിഷ നേരം സന്തോഷമുള്ളൂ കേട്ടോ. പക്ഷെ നമ്മള് ആ ഒരു കുറ്റം പറയുന്നതൊക്കെ ഒന്ന് ഒഴിവാക്കി നോക്കി, നമ്മൾ എന്തോ ഇങ്ങനെ ലോകം നേടിയ പോലെ, യെസ് സക്സസ്, ഞാൻ അവനെ തോപ്പിച്ച്, ആ പിശാചിനെയൊക്കെ ആ ട്രാപ്പിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ട് അവനെ നമ്മൾ തോപ്പിച്ച് കഴിയുമ്പോഴത്തേനും അവനെ തോപ്പിച്ചില്ലേ. അപ്പൊ അത് ഭയങ്കര സന്തോഷം. നമ്മൾ ഈശോയ്ക്ക് നമ്മളൊരു ഒരു ഒരു ഇച്ചിരി സ്നേഹം കൊടുത്തു, ഈശോയെ നമ്മൾ ആ ഒരു സമയത്ത് ജയിപ്പിച്ചില്ലേ ഈശോ. അപ്പൊ അത് ഭയങ്കര സന്തോഷം. അപ്പൊ ഈശോയുടെ സ്നേഹം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു കഴിയുമ്പോഴത്തേക്കും സത്യമാ, സിനിമ കാണാനൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല, സത്യമാ. അൽഫോൺസ് ചേച്ചി പറഞ്ഞ, ജോബി ചേട്ടൻ പറഞ്ഞൊക്കെ ഞാനിങ്ങനെ കേട്ടോണ്ടിരിക്കുവായിരുന്നു. ഞാനൊരു കുഞ്ഞു കാര്യം പറയാവേ. പറയട്ടെ. അതായത് ഞാനിങ്ങനെയുണ്ടല്ലോ, ഈ ഒഫീഷ്യൽ ഫിലിം ഡിസ്ട്രിബ്യൂഷനായിട്ട് നടന്ന ഒരു വ്യക്തിയാണ്. എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഞാൻ സിനിമാക്കാരുടെ ഇടയിൽ ഭയങ്കര ഡിസ്ട്രിബ്യൂഷൻ നടത്തിയ പുള്ളിയാന്ന് വിചാരിക്കരുത്. ഞാൻ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പുതിയ വരുന്ന എല്ലാ പടങ്ങളും അവിടുത്തെ മിസ്സുമാർക്കും അവിടെയുള്ള പിള്ളേർക്കും ഒക്കെ കൊടുത്തോണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. അപ്പം എന്നെ എല്ലാ ദിവസവും ആദ്യം കാണുമ്പോൾ തന്നെ എഡ്വിനെ നേതാ പടം പുതിയത് വന്നേക്കുന്നേ എന്ന് ചോദിച്ചുകൊണ്ടാണ് ആദ്യം എന്നെ എല്ലാവരും അഭിസംബോധന ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം ആണ് ഞാൻ അതിൽ നിന്നും എന്താ പറഞ്ഞത്, മീൻസ് ആദ്യമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ എന്താ പറയുക കള്ളപ്രിൻ്റൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഈ കള്ളപ്രിൻറ്റിന് ക്ലാരിറ്റി ഇല്ലാതെയൊക്കെ വന്ന് രസമില്ലാതെ വന്ന് പിന്നെ പുതിയത് വരുന്നത് ഡൗൺലോഡ് ചെയ്ത് അങ്ങനെ അങ്ങനെ കണ്ട് അങ്ങനെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിനിടയ്ക്കാണ് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ അഡിക്ഷൻ ഒക്കെ ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് പിന്നീട് കൂടുതൽ ഈശോയുടെ സ്നേഹത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു എന്താ പറയുക ഫിലിംസിനെ ഒക്കെ ഒഴിവാക്കാനൊക്കെ ആയിട്ടുള്ള ഒരു ഇത് വന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആശയോടെ ചോദിച്ചില്ലേ, ടെസ്സിയോട് ചോദിച്ചില്ലേ, സിനിമ മീൻസ് പുതിയ സിനിമ കാണാതെ ഇരിക്കുമ്പോഴത്തേക്കും ഒരു ഇത് വരത്തില്ലെന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് വരും. എല്ലാവരും സിനിമയ്ക്കൊക്കെ പോകും, കൂട്ടുകാരൊക്കെ ചോദിക്കും ആ പടം കണ്ടോ ഈ പടം കണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ മോസ്റ്റ്ലി ഞാനൊന്നും മറുപടി പറയില്ല, പക്ഷേ ഒന്ന് സൈലൻ്റ് ആയിട്ടിരിക്കും. അപ്പം ഓട്ടോമാറ്റിക്കലി ആ ടോപ്പിക്ക് അങ്ങനെ അങ്ങ് പോകും. സപ്പോസ് ആരെങ്കിലും ഫോഴ്സ്ഫുള്ളി ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല ഞാൻ കണ്ടില്ല എന്നങ്ങ് പറയും. പിന്നെ അതിനെക്കുറിച്ച് പിന്നെ കൂടുതൽ ചോദ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ വരത്തില്ല. പിന്നെ ജോസച്ചൻ ഇങ്ങനെ ഈ സിനിമ കാണാൻ പോകാനായിട്ടതിനെക്കുറിച്ച് ജോസച്ചൻ പണ്ടൊരു കാര്യം ഇങ്ങനെ പറഞ്ഞു ഓർക്കണ്ടേ. അപ്പോൾ ജോസച്ചൻ ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ കൂടി ഇങ്ങനെ സിനിമയ്ക്ക് പോകാനായിട്ട് വിളിച്ചു. അപ്പോൾ ജോസച്ചൻ അന്നേരം റീജൻസി എന്താ ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ എന്തൊരു സംതിങ് ആയിരുന്നു. അപ്പോൾ ജോസച്ചൻ അന്ന് പറഞ്ഞതാണ്. അപ്പോൾ ജോസച്ചൻ ഇങ്ങനെ വിചാരിച്ചു ഓക്കെ സിനിമയ്ക്ക് പോകാമെന്ന് ആദ്യം വിചാരിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് കുറച്ച് ജോസച്ചൻ വിചാരിച്ചു ഇപ്പോൾ സിനിമയ്ക്ക് ഞാൻ പോവുകയാണെങ്കിൽ 3 മണിക്കൂർ എൻ്റെ പോകും. എന്നാൽ ഞാൻ ഈ 3 മണിക്കൂർ ഈശോയുടെ സന്നിധിയിൽ ചെല്ലുവാണെങ്കിൽ എനിക്ക് ആ ഒരു 3 മണിക്കൂർ ഈശോയുടെ സന്നിധിയിൽ ഇരിക്കാനായിട്ടുള്ള ഒരു ഇത് കിട്ടുമെന്ന് വിചാരിച്ച് ജോസച്ചൻ എന്തോ സംതിങ് എന്തോ ജോലിയാണോ എന്തോ എന്നൊക്കെ പറഞ്ഞിട്ട് ജോസച്ചൻ സിനിമ കാണാൻ പോയില്ല. പകരം ഇവർ പോയി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പോയി ഇങ്ങനെ ഈശോയുടെ സന്നിധിയിലിരുന്ന് അത്ര നേരം കൂടെ പ്രാർത്ഥിക്കാൻ പറ്റിയെന്ന് പറഞ്ഞൊരു ഇൻസിഡൻറ്റ് ഇങ്ങനെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നു. അതെനിക്ക് പറയാനുള്ളത്. താങ്ക് യു. താങ്ക് യു എഡ്വിൻ ചേട്ടൻ. എഡ്വിൻ ചേട്ടൻ ഇങ്ങനെ സോഷ്യൽ മീഡിയയുടെ കാര്യവും ഇതിങ്ങനെ ചോദിക്കുന്നതും അതിന് റെസ്പോണ്ട് ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്നാണ്. ബോബി അച്ഛന്റെ സ്പീച്ചസ് കേൾക്കാറുണ്ടെങ്കിൽ അച്ഛൻ അതിലൊരു കാര്യം പറയാറുണ്ട്. നമ്മുടെ നോട്ടം എവിടെയാണോ അതുപോലെയാണ് നമ്മുടെ ജീവിതം എന്ന്. ഈ ലോകത്തില് നമ്മൾ ഇതിനോടൊക്കെ നോ പറയുന്നതിന് മുന്നേ നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ലോകത്തിൽ ഒന്നിനും നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. അത് നമ്മുടെ ഒരു പ്രായത്തിൽ ഏതെങ്കിലും ഒരു പോയിന്റ് നമുക്ക് റിയലൈസേഷൻ കിട്ടും, ഈ ലോകത്തെ ഒരു കാര്യത്തിന് നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. അതിപ്പോ സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, ഫിലിംസ് ആയിക്കോട്ടെ, ഫ്രണ്ട്സോ റിലേഷൻഷിപ്പോ, നോ ബഡി ക്യാൻ സാറ്റിസ്ഫൈ. അത് ഈശോയ്ക്ക് മാത്രമേ നമ്മുടെ ഉള്ളിലെ ആ വോയിഡ് ആ ഒരു വോയിഡ് ഫില്ല് ചെയ്യാൻ ഈശോയുടെ സ്നേഹത്തിന് മാത്രമേ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇൻസ്റ്റാഗ്രാമിനും ഈ സോഷ്യൽ മീഡിയക്ക് ഇപ്പൊ ഫോൺ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അറിയാം, നമ്മൾ ചിന്തിക്കുന്ന കാര്യം നമ്മൾ ഒന്ന് എടുത്ത് നോക്കുവാണെങ്കിൽ നെക്സ്റ്റ് നമ്മുടെ സെർച്ച് ഹിസ്റ്ററിയിൽ അത് വരും. ഇപ്പൊ ഞാനിപ്പോ ഈശോ എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ വേണ്ട വീട് വാങ്ങുന്നതിനെ കുറിച്ച് ചിന്തിച്ചാൽ ഫേസ്ബുക്ക് തുറന്നു നോക്കുമ്പോൾ എനിക്ക് അതിന്റെ അഡ്വർടൈസ്മെന്റ് വരിക. അത് നമ്മുടെ അതുപോലെ നമ്മുടെ ഫോൺസിന് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്സ് ഒക്കെ ഒന്ന് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, അതിനൊരു അൽഗോരിതം ഉണ്ട്. നമ്മൾ എന്താണോ ഫോളോ ചെയ്യുന്നത് അതാ നമുക്ക് പിന്നെയും പിന്നെയും കാണിച്ചുകൊണ്ടിരിക്കുക. ഒരു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറെ നോക്കുന്ന ഒരാളോ അല്ലെങ്കിൽ ഫുഡിനെ കുറിച്ച് നോക്കുന്ന ആൾക്കാരോ അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾ കാണാൻ പോകുന്ന ഫീഡുകളിൽ മുഴുവൻ അതേ വരുള്ളൂ. നേരെ മറിച്ച് നമ്മൾ ഈശോയെ കുറിച്ച് ചിന്തിക്കുന്ന ഒരാളായിക്കോട്ടെ അല്ലെങ്കിൽ ഈശോനെ സെർച്ച് ചെയ്യുന്നവരാണ്, നിങ്ങൾക്ക് നാളെ മുതൽ ബോബി അച്ഛന്റെ അല്ലെങ്കിൽ ഡാനിയൽ അച്ഛന്റെ സ്പീച്ചേ വരുള്ളൂ, അല്ലെങ്കിൽ കുറെ ആരാധനകൾ വരും. നിങ്ങളുടെ ഹിസ്റ്ററി എങ്ങനെയാണോ, നിങ്ങളുടെ സെർച്ച് ഹിസ്റ്ററി എന്താണോ അതാണ് നിങ്ങളുടെ ലൈഫിന് മുന്നിലോട്ട് വരാൻ പറ്റുന്നത്. അപ്പം നമുക്ക് മാറ്റാം. നമുക്ക് എങ്ങനെ ഇങ്ങനെ മാറ്റാൻ പറ്റും? ഡിലീറ്റ് ആൻഡ് സ്റ്റാർട്ട് ഫ്രം അഗെയിൻ. നമ്മുടെ സെർച്ച് ഹിസ്റ്ററീസ് ഡിലീറ്റ് ചെയ്യുക. നമ്മുടെ അൽഗോരിതം നമുക്ക് തന്നെ മാറ്റാൻ പറ്റും. ഇതിൽ പറയുന്നില്ല ആത്മാവിന്റെ പ്രേരണയാണ് നമ്മുടെ അൽഗോരിതം മാറ്റുക എന്നുള്ളത്.
നമ്മുടെ അൽഗോരിതം മാറ്റുക, നമ്മുടെ സെർച്ച് ഹിസ്റ്ററി മാറ്റുക. അതിന് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. അപ്പോഴോ നമ്മൾ കാണാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഈശോയ്ക്ക് വേണ്ടിയായിരിക്കും. നമ്മൾ തന്നെ കണ്ടെത്തും, ഓ ഈ ടിക്ടോക്കും കൊണ്ട് എനിക്ക് വേണമെങ്കിൽ ഈശോനെ സ്തുതിക്കാൻ പറ്റുമല്ലോ, അല്ലെ ഇങ്ങനെ ചെയ്യാൻ പറ്റുമല്ലോ, അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അത് എനിക്ക് തോന്നുന്നു നമ്മള് ആ ഒരു 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 കോൺഷ്യസ് ആയ ഒരു എഫേർട്ട് എടുത്താൽ മതി. നമുക്ക് നമ്മുടെ അൽഗോരിതം, ഞാൻ ആ ടേം പിന്നെയും പറഞ്ഞോണ്ടിരിക്കുക, അത് മാറ്റാൻ പറ്റും. അത് നമ്മുടെ സെർച്ച് ഹിസ്റ്ററീസ് മാറ്റി നമ്മൾ കാണുന്നതിനെ നമുക്ക് മാറ്റാൻ പറ്റും. ഒരു ചെറിയൊരു എഫേർട്ടിൽ തുടങ്ങാവുന്ന ചെറിയ കാര്യങ്ങളാ അത്. നമ്മൾ എനിക്ക് തോന്നുന്നു ഈ ഒരു കാര്യമേ നമുക്കിങ്ങനെ ഈ അൽഗോരിതം ഇതിപ്പോ നമുക്ക് ചെയ്യാൻ ഒരു കാര്യമുണ്ടേ, നമ്മൾ ഈ സപ്രസ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നരുത്. നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട അൽഗോരിതമൊക്കെ അങ്ങ് മാറ്റി ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ഈ പണ്ടാരെ വേണ്ട പ്രയർ മീറ്റിംഗ് കഴിഞ്ഞിട്ട് അങ്ങ് മൂഡിലങ്ങ് ചെയ്തതാ, ഒന്നുകൂടെ തുടങ്ങിയേക്കാൻ പറഞ്ഞ് നാളെ രാവിലെ എഴുന്നേറ്റ് പിന്നെ തുടങ്ങാനല്ല കേട്ടോ. നമ്മള് ഇതങ്ങ് ഇതിനാ ജോബിഷേട്ടന്റെ ഷെയറിങ് ഇതിനകത്ത് ഹൈലൈറ്റ് ആയിട്ട് വെച്ചേക്കണം. അനുസരണമാണ്. അതൊറ്റ അനുസരണമാണ്. അനുസരണം വെച്ച് അങ്ങ് ഡിലീറ്റ് ചെയ്യുക. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞോട്ടെ, നമ്മൾ ഇപ്പുറത്തെ സാധനം ഫോക്കസ് ചെയ്യാതെ, അതായത് എന്റെ ഇത് ജഡത്തിന്റെ പ്രേരണ ഫോക്കസ് ചെയ്ത് ആത്മാവിൽ അങ്ങ് ഫോക്കസ് ചെയ്തിട്ടേ നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കാനും കൂടുതൽ അങ്ങോട്ട് സ്നേഹിക്കാനും തുടങ്ങുക. കൂടുതൽ പ്രാർത്ഥിക്കുക, കൂടുതൽ ഈശോയെ സ്നേഹിക്കുക. അങ്ങനെ ഈ ഒരു ഗ്രാഫ്, ഈശോയുടെ സ്നേഹത്തിന്റെ ഗ്രാഫ് അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോഴേക്കും മറ്റേ സാധനം കുറഞ്ഞു പൊക്കോളും. ഞാൻ എങ്ങനെയായാലും ഇത് കാണാതിരിക്കണം, അതായിരിക്കും നമ്മുടെ ലക്ഷ്യമേ. കാണാതിരിക്കുക എന്നുള്ളതായിരിക്കും നമ്മുടെ ലക്ഷ്യം. അതൊരു ലക്ഷ്യമാണ്. പക്ഷെ നമ്മുടെ ലക്ഷ്യം എപ്പോഴും ഈശോയെ കൂടുതൽ സ്നേഹിക്കുക, കൂടുതൽ പ്രാർത്ഥിക്കുക. അതെ, അങ്ങനെ ആ ലക്ഷ്യം നമ്മൾ അങ്ങോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യുമ്പോഴേക്കും മറ്റേ കാര്യങ്ങൾ ഇങ്ങനെ പതുക്കെ അങ്ങ് ഡിലീറ്റ് ആയി പോയി. അത് നമ്മുടെ ഓരോ സെൻസസിനും ഓരോ പവറുണ്ട്. നമ്മുടെ കണ്ണിനൊരു പവറുണ്ട്, നമ്മുടെ നാവിനൊരു പവറുണ്ട്. ഈ പവർ അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഇങ്ങോട്ട് ഈശോയെ പോലെ ആക്കണം. എല്ലാത്തിനെയും ഈശോയെ പോലെ ആക്കണം. കണ്ണിനെ ഈശോയെ പോലെ ആക്കണം, ഈശോ കാണുന്നതിനെ കാണണം. നാവിനെ ഈശോയെ പോലെ ആക്കണം. നമ്മൾ അതായത് നിങ്ങൾ എനിക്ക് ഒരു ചുമ്മാ ചോദിക്കുകയാണ്, നിങ്ങൾ ആരെങ്കിലും ഈ ലേഡീസ് ചേച്ചിമാരോടൊക്കെയാണ് ചോദ്യം, ബോയ്സിനോട് ചോദിക്കാം, ആരെങ്കിലും ഈ കുറ്റം പറയുന്നതിനെ ഓവർകം ചെയ്ത ആരെങ്കിലും ഉണ്ടോ? കുറ്റം പറയുക എന്നൊരു സാധനത്തിന് ചേച്ചിമാർ കുറ്റം പറയാൻ ഒരു പരദൂഷണം അല്ലെങ്കിൽ പേര് പോട്ടെ, ഓക്കെ, ബാക്കി ആൾക്കാരെ കുറിച്ച് നമ്മളിങ്ങനെ അവർ ചെയ്ത കാര്യങ്ങൾ പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അവർ ചെയ്തുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. അങ്ങനെ അതിനെ ഓവർകം ചെയ്ത ആരെങ്കിലും ഉണ്ടോ എന്ന് പറയാൻ പറ്റുന്ന ആൾക്കാർ? ഞാൻ പറയാവേ, ആൾക്കാരുടെ ഇങ്ങനെ ആൾക്കാരുടെ പ്രഭാവം ഉണ്ടെങ്കിൽ ഞാൻ മനമായിട്ട് ശ്രമിച്ചതെന്ന് വെച്ചാല്, ബൈബിൾ ഉണ്ടല്ലോ, കർത്താവ് എന്റെ നാവിനെ ഞാൻ എന്റെ അടമൽ ഏർപ്പെടുത്തണമെന്ന് അത് പറയാൻ തുടങ്ങി. അതിങ്ങനെ പറഞ്ഞിട്ട് സംസാരിക്കാൻ നമ്മൾ ഓട്ടോമാറ്റിക് ഇതായിരുന്നു. അതിന് പറ്റത്തില്ല, അമ്മയൊക്കെ ഭയങ്കര പാടാണ്. നമ്മളങ്ങനെ പറഞ്ഞ് ശീലിച്ചത് കൊണ്ട് നമുക്ക് പറ്റത്തില്ല. പക്ഷെ എന്താ പറയുന്നത്, നമ്മൾ ശ്രമിച്ചാൽ പറ്റും. നമ്മൾ എത്രമാത്രം ഇങ്ങനെ ബലം പിടിക്കുന്നോ അത്രമാത്രം പിശാച് നമ്മളെ ട്രിഗർ ചെയ്യും. പക്ഷെ നമുക്കത് പറ്റും. നമ്മൾ എല്ലാ കാര്യങ്ങളും ഈശോയിൽ ആശ്രയിച്ചാൽ നമുക്ക് പറ്റും. പക്ഷെ നമ്മൾ പറ്റത്തില്ലെന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ്, അതായത് നമ്മളിപ്പോ ഒരു കാര്യം പറ്റത്തില്ലെന്ന് വിചാരിച്ചാൽ പിശാച് നമ്മളിങ്ങനെ ആ കാര്യത്തിലേക്ക് ഇങ്ങനെ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ നമുക്ക് നമ്മുടെ നാവിനെ എല്ലാ അവയവങ്ങളെയും നിയന്ത്രിക്കാൻ പറ്റും ഇങ്ങനെ ഈശോയിൽ ആശ്രയിച്ചുകൊണ്ട്. അതായത് ഇപ്പൊ ചില ആൾക്കാർ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ, ഇപ്പൊ ഞാനിങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ വന്ന് എന്നോട് പറയാൻ തുടങ്ങി ഓരോരുത്തരുടെ കുറ്റം. അപ്പൊ ഞാൻ അതിനൊരു ഒപ്പീനിയൻ പറയണം, അഭിപ്രായം അവരെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിനകത്ത് എങ്ങനെ വഴുതാം, ഞാൻ വേണ്ടെന്ന് വെച്ചാലും സാഹചര്യം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണെന്ന്. പക്ഷെ ഈശോയുടെ കൃപയാൽ ഞാനിപ്പോ ഇങ്ങനെ പറയാൻ തുടങ്ങി. അതായത് അതിനുശേഷം ഞാൻ പരീക്ഷിച്ച വചനമാണ്, കർത്താവെ എന്റെ നാവിന് കടിഞ്ഞാട്ടിടണമേ, എന്റെ കവാടത്തിന് കാവൽ ഏർപ്പെടുത്തണം. അങ്ങനെ നമ്മൾ ഇപ്പൊ ആശിഷൊക്കെ എപ്പോഴും പറയാറുണ്ട്, ദൈവവചനം വെച്ച് നമ്മളിങ്ങനെ വാളുകൊണ്ട് വെട്ടണം. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് എങ്ങനെ സാധിക്കുമെന്ന്. പക്ഷെ നമ്മൾ 2-3 പ്രാവശ്യം ട്രൈ ചെയ്യുമ്പോൾ ഈശോ പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് അതിലേക്ക് നയിക്കും. നമ്മൾ വിചാരിക്കും, ഇപ്പൊ ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, നമ്മളിങ്ങനെ ഗേൾസിന്റെ ടീമിൽ ചിലപ്പോൾ ഗോസിപ്പ് പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, അപ്പൊ നമുക്ക് എങ്ങനെ ഒഴിവാക്കാൻ പറ്റുമെന്ന് ഞാൻ ഇങ്ങനെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. കാരണം ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ വിചാരിച്ചാൽ ഈശോ ഉറപ്പായിട്ട് നമ്മളെ ശക്തിപ്പെടുത്തും. നമ്മൾ ജസ്റ്റ് ഒരു ഏസ് പറഞ്ഞാൽ മതി, പിന്നെ ബാക്കിയെല്ലാം ചെയ്യുന്ന ഈശോയാണ്. അതായത് കർത്താവിൽ ആശ്രയിച്ചാൽ അവര് കഴുകനെ പോലെ ഉയരുന്ന ബൈബിളിൽ ഒരു വചനം ഉണ്ടല്ലോ. അപ്പം അത് വെറുതെ അല്ല, നമുക്ക് ഉറപ്പായിട്ട് സാധിക്കും. എനിക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും. നമ്മുടെ ഒരു ട്രയലാണ്. അതായത് നമ്മൾ ഏത് ഇതിലാണെങ്കിലും നമ്മൾ അതിനെ വേണ്ടാന്ന് വെക്കുമ്പോഴാണ് പിശാച് നമുക്ക് അങ്ങനത്തെ സാഹചര്യങ്ങൾ കൊണ്ട് തരും. നമ്മളിപ്പം പറയാതിരിക്കാൻ വേറെ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞ് നമ്മളെ ആ സിറ്റുവേഷനിലാക്കും. പക്ഷെ നമുക്ക് ആ സമയത്ത് സൈലന്റ് ആയിട്ടിരിക്കുമ്പം കുറെ നേരം നമ്മൾ സൈലന്റ് ആയിരിക്കുമല്ലോ, ഇവളോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഇവളൊന്നും പറയാൻ പോകുന്നില്ല. അപ്പം അത് ഓട്ടോമാറ്റിക് ആയിട്ട് ആ സീൻ മാറിപ്പോകും. ലെനെ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ലെനെ അതായത് ലെന ഒരു ഇവിടെ ഏറ്റവും ജൂനിയർ കൊച്ചു ലെനയാണ്. അപ്പൊ ലെനെ അങ്ങനെ കുറ്റം പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് എനിക്ക് തോന്നുന്നില്ല. ലെന ഒരു വിശുദ്ധ ജീവിക്കുന്നത്, ഒരു വിശുദ്ധയെ പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന, വിശുദ്ധയെ പോലെ ജീവിക്കുന്ന ഒരു കൊച്ചാണ്. ലെനയുടെ ലൈഫിൽ കുറ്റം പറയാൻ തോന്നിയിട്ടുണ്ടോ? കുറ്റം പറഞ്ഞിട്ടില്ലായിരിക്കുമല്ലോ അല്ലേ? കുറ്റം പറയാൻ തോന്നിയിട്ടുണ്ടോ? കുറ്റം പറയുന്നത് എങ്ങനെ ലെന ഓർക്കം ചെയ്ത് കുഞ്ഞൊരു ടിപ്പ് പറഞ്ഞല്ലോ, അല്ലെങ്കിൽ
എന്താ ആ പ്രൈസ് സമയത്ത് ഗോഡ്. ചെയ്യുന്നത്? കുറ്റം ഞാൻ പറയാതിരുന്നിട്ടൊന്നുമില്ല. ബട്ട് നമ്മളെല്ലാവരും മനുഷ്യർ, നമ്മളെല്ലാവരും വിശുദ്ധരാകാൻ ശ്രമിക്കുന്നവരാ. ഞാൻ വിശുദ്ധിയായി കഴിഞ്ഞ ആളല്ല. നമ്മളെല്ലാവരും വിശുദ്ധരാകാൻ ശ്രമിക്കുന്ന ആൾക്കാര്. അപ്പം കുറ്റം ലൈക്ക് എനിക്ക് വന്ന് എന്റെ ഒരു ബലഹീനതയിൽ ഏറ്റവും വലിയ ഒന്ന് ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നതാണ് കുറ്റം പറച്ചില് ശരിക്കും. അപ്പൊ ഞാൻ ലൈക്ക് നമ്മള് ശരിക്കും നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്താൽ മതി. നമുക്ക് എന്ത് യോഗ്യതയോ ഒരാളെ ജഡ്ജ് ചെയ്യാൻ? ഈശോ ജഡ്ജ് ചെയ്യുന്നതിന് ഒരു റീസൺ ഉണ്ട്. ഈശോ ഫുൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മാനാ. ആ ഈശോയുടെ ജഡ്ജ്മെന്റിന് മീൻസ് അർത്ഥമുണ്ട്. പക്ഷെ നമ്മൾ ജഡ്ജ് ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കുക, ഈ ഒരു സെയിം ബലഹീനത ശരിക്കും നമുക്കും വരുന്ന സമയത്ത് ആൾക്കാർ ഇതേ രീതിയിൽ തന്നെ തിങ്ക് ചെയ്യും ആ ഒരു കാര്യം. അപ്പം ഞാൻ ഇങ്ങനെ മീൻസ് ഈ സൈലൻസിന് പവർ ഉണ്ട്. അത് നമ്മൾ ഈ മീറ്റിംഗ്സിൽ സൈലൻസ് ആയി വന്നിരിക്കുന്നത് അത് കുറച്ച് പവർ കുറവാണ്. കാരണം നമ്മൾ സംസാരിക്കണം, അത് ആത്മാക്കളെ നേടാൻ വേണ്ടിയിട്ടാണ്. ലൈക്ക് അല്ലാതെ നമ്മുടെ ലൈഫിൽ മിണ്ടാതിരിക്കുക എന്ന് പറയുന്നത്, ലൈക്ക് സൈലൻസ് എന്ന് പറയുന്നത് ആ ഒരു ലൈക്ക് ഈ കുറ്റം പറച്ചില് അത് നമുക്ക് നമ്മുടെ മൗത്തിനെ കൺട്രോൾ ചെയ്യാൻ ലൈക്ക് സൈലന്റ് ആയിരിക്കാം. ഞാൻ ഒരു പ്രാവശ്യം ഈ ഇടയ്ക്ക് എന്റെ അനീതിയായിട്ട് ലൈക്ക് അവള് ചെയ്ത ഒരു കാര്യത്തെ ഞാൻ കറക്റ്റ് ചെയ്ത് കൊടുത്തതാണ്. പക്ഷെ അവൾക്ക് ഇങ്ങനെ ദേഷ്യം കാരണം മീൻസ് പിന്നെ ഞാൻ അവളെ കൊണ്ടാക്കുന്ന സമയത്ത്, ട്യൂഷന് കൊണ്ടാക്കുന്ന സമയത്ത് അവൾ എന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. അപ്പൊ ഞാൻ ഇങ്ങനെ എനിക്ക് തിരിച്ച് പറയണമെന്നുണ്ട്. പക്ഷെ ഞാൻ ഉള്ളിൽ ഇങ്ങനെ പറയാം, ഈശോയെ ഞാൻ തിരിച്ച് പറയുവാണെങ്കിൽ അവൾക്ക് ഒത്തിരി വേദന എടുക്കും. അവൾക്ക് എന്നെക്കാട്ടും ഞാൻ അവളുടെ ആത്മാവിനെ നോക്കുന്നത്. ലൈക്ക് നമ്മൾ പേഴ്സൺ ടു സോൾ എന്ന അതാണ് ഇപ്പൊ നമുക്ക് ഉണ്ടാവുന്നത്. അപ്പം ലൈക്ക് ഞാൻ അവളുടെ ആത്മാവിനെ നോക്കുന്നത്. അവൾക്ക് ഒരു ടൈമിൽ അത് മനസ്സിലാവും. ഒരു ടൈമിൽ അത് മനസ്സിലാവും പറയുന്ന കാര്യങ്ങൾ. അപ്പം ഇപ്പൊ അത് അവൾക്ക് പറ്റാത്തോണ്ട് അപ്പൊ ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ സൈലന്റ് ആയിട്ട് ഈശോയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ലൈക്ക് എനിക്ക് ഇവിടെ പറയുമ്പോൾ എനിക്ക് വിഷമമാവുന്നുണ്ട്, എന്നാലും ഈശോയെ നിന്നെ പ്രതി ഞാൻ ഇതാക്കാം. പ്ലസ് ഇപ്പം ജോബി ചേട്ടൻ ഇങ്ങനെ ഒരു അഡിക്ഷന്റെ ഇത് പറഞ്ഞല്ലോ, ലൈക്ക് അത് അപ്പൊ എനിക്കിങ്ങനെ ഈ ചോക്ലേറ്റ്സ് ലൈക്ക് അഡിക്ഷൻ എന്നല്ല, എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ലൈക്ക് നമുക്ക് ഈ കംഫർട്ട് സോൺസ് നിന്ന് ഇറങ്ങി വന്നാലേ നമുക്ക് ഈശോയ്ക്ക് വേണ്ടി സഹനങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ. അപ്പം ലൈക്ക് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഈ ചോക്ലേറ്റ്സിന്റെ ഒരു കാര്യം ലൈക്ക് ഞാനിങ്ങനെ നമ്മൾ ഈ എസ് ടി ഒക്കെ എടുക്കാന്ന് അറിയില്ലേ കുട്ടികൾ. അപ്പം ഞാൻ പൈസ മീൻസ് ഈ ചില്ലറ പൈസ ഒരിക്കലും മുട്ടായി മേടിക്കാൻ ഇതാക്കില്ല. അത് പിന്നെ അതിന്റെ ഒരു പിശുക്ക് കൊണ്ടാണ്. അപ്പം പക്ഷേ മീൻസ് കിട്ടുന്ന മുട്ടായി എന്തായിരുന്നു, പക്ഷെ അത് ഞാൻ ലൈക്ക് ഞാൻ എന്തായാലും മുട്ടായിക്ക് വേണ്ടി പൈസ തരില്ല. അപ്പൊ എനിക്ക് മീൻസ് ഓഫറിന് ഇങ്ങനെ കിട്ടുവാണെങ്കിൽ ഞാൻ മീൻസ് സാധാ ഒരു നമ്മൾ നോക്കുവാണെങ്കിൽ എന്തായാലും നമ്മൾ അത് കഴിക്കും. ഇപ്പം എൻ്റെ ഒരു 2 ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ ലൈക്ക് ഒരെണ്ണം കൊടുക്കുവാണെങ്കിൽ ലൈക്ക് അത് ഷെയറിങ് ഓക്കെ. പക്ഷെ എന്റെ 2 ചോക്ലേറ്റും ഒരു പേഴ്സൺ ഞാൻ കൊടുത്തിട്ട് അത് ഈശോയുടെ സ്നേഹത്തെ പ്രതി കൊടുക്കുമ്പോൾ അത് സഹനം. അതിൽ വ്യത്യാസമുണ്ട്. ലൈക്ക് അങ്ങനെ ഈശോയെ സ്നേഹിക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പം ഇന്ന് 8 മണി തൊട്ട് ഉള്ളവരോട് നമ്മളിപ്പോ ഒരു ക്ലൈമാക്സിലേക്ക് എത്തുവാണ്. നമ്മൾ ഇന്നത്തെ യാത്രയുടെ ക്ലൈമാക്സിലേക്ക് എത്തുവാണ്. നമ്മൾ ആരാധനയ്ക്ക് പോവാണ്. ആരാധനയ്ക്ക് പോവാന്ന് പറയുമ്പോൾ ആരിറങ്ങി പോകരുത്. കാരണം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനുഷ്യനെ കൊണ്ട് മാനുഷികമായിട്ട് ഇങ്ങനെ ഈസി ആയിട്ട് പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല. ഈ പറഞ്ഞ കാര്യങ്ങളല്ലാതെ ഇത് നമുക്ക് കൃപയില്ലാതെ പറ്റില്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നുമേ കൃപയില്ലാതെ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ഇതൊക്കെ ചെയ്ത ബോധ്യങ്ങൾ കിട്ടി ഇനി അങ്ങ് പവർ ആയേക്കാന്ന് പോകാം, അങ്ങനൊന്നും പറ്റത്തില്ല. നമ്മൾ പെട്ടെന്ന് പറ്റൂ, കൃപയില്ലാതെ പറ്റത്തില്ലൊന്നും. അപ്പൊ നമ്മളതിങ്ങനെ ഇതാതങ്ങ് അങ്ങനൊന്നും അല്ലത്. അങ്ങനെ പെട്ടെന്ന് കിട്ടുന്ന കാര്യങ്ങളൊന്നും അല്ല. അപ്പൊ നമ്മളത് പ്രാർത്ഥിക്കണം. ഇനിയിപ്പോ നമ്മള് പ്രാർത്ഥിക്കാം, പ്രേസ് വർഷിപ്പ് ചെയ്യാൻ പോവാ. ബിനോയച്ച് നമുക്ക് ഈശോ എഴുന്നള്ളിച്ച് തരും. പ്രേസ് വർഷിപ്പിന്റെ അവസാനം ബിനോയച്ച് ഡെലിവറൻസ് തരും. ഡെലിവറൻസ് തരുമ്പോൾ നമുക്കിങ്ങനെ ആ ഒരു അഭിഷേകത്തിലേക്ക് എത്താനാണ് ഡെലിവറൻസ്. എല്ലാ കാര്യങ്ങളും മാറ്റിയൊരു എത്താൻ വേണ്ടി ഡെലിവറൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് ഒരുപാട് നമുക്കിങ്ങനെ ഈ വിശുദ്ധിയിലേക്ക് വളരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു ഇന്നത്തെ ഈ ഒരു പ്രാർത്ഥനയുടെ കഴിയുമ്പോഴേക്കും ശരിക്കും ഒരു ഉള്ളിലുള്ള എല്ലാം കെട്ടും പൊട്ടും. നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് ആരാധനയ്ക്ക് ഒരുങ്ങാതെ ബിനോയച്ചൻ ഈശോയെ എഴുന്നള്ളിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ സ്തുതിക്കാൻ പറയാൻ ശക്തമായിട്ട് സ്തുതിക്കണം. പാട്ട് പാടാൻ പറയാൻ ശക്തമായിട്ട് പാട്ട് പാടണം. കൈയടിച്ച് പാടണം. അഭിഷേകത്തോടെ പ്രാർത്ഥിക്കണം. ബിനോയച്ചൻ ഡെലിവറൻസ് തരുന്ന സമയത്ത് നമുക്കത് കിട്ടണം. ആഗ്രഹത്തോടായിരിക്കാം നമുക്ക് ആരാധനയ്ക്ക് ആയിരിക്കാം. ബിനോയച്ച വിളക്കിൻ നടുവിൽ ശോഭപൂർണനാ മാറത്തു പൊൻകച്ചയണിഞ്ഞും കാണുന്നേശുവേ ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ ആരാധന 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 ആരാധന.
നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാവേ. ഈശോയെ നോക്കി നമുക്ക് സ്തുതിച്ചൊന്ന് സ്തുതിച്ച് ആരംഭിക്കാവേ. ഈശോയെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈശോയെ ഹല്ലേലൂയ, ആരാധന ഹല്ലേലൂയ, ആരാധന ഈശോയെ ആരാധന ആരാധന, ആരാധന ആരാധന, ഈശോയെ മഹത്വം, മഹത്വം, ഈശോയെ മഹത്വം, ഈശോയെ ഈശോയെ ഹല്ലേലൂയ 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 ആരാധന, 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 ഈശോയെ നന്ദി. ഇസ്രായേലിന്റെ പ്രകാശം ഒരഗ്നിയായും അവന്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായും മാറും. അത് ജ്വലിച്ച് നിന്റെ മുള്ളുകളും മുൾച്ചെടികളും ദഹിപ്പിക്കും. ഇസ്രായേലിന്റെ പ്രകാശം ഒരഗ്നിയായും അവന്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായും മാറും. അത് ജ്വലിച്ച് നിന്റെ മുള്ളുകളും മുൾച്ചെടികളും ദഹിപ്പിക്കും. ഈ ഒരു സമയത്ത് ഈശോ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുവാണ്. ഈശോ വചനം സംഖ്യ 34:5 അവിടുത്തെ നോക്കിയവ പ്രകാശിതരായി, അവിടുത്തെ നോക്കിയവ പ്രകാശിതരായി. ഈശോയെ നോക്കുമ്പോൾ നമ്മുടെ ഉള്ളിലോട്ട് പ്രകാശം നിറയും. നമ്മുടെ ഉള്ളിലുള്ള ബന്ധനങ്ങൾ മാറിപ്പോവും, വിഷമങ്ങൾ മാറിപ്പോവും, എല്ലാം മാറിപ്പോവും. നമുക്ക് ഈ ഒരു സമയത്ത് ആഗ്രഹത്തോടായിരിക്കും, ആഗ്രഹത്തോടെ. കാരണം ഇന്ന് കേട്ട കാര്യങ്ങളെല്ലാം നമ്മുടെ ഉള്ളിലോട്ട് നമ്മൾ ആലോചിച്ച് നോക്കുകയും നമ്മുടെ സെൻസസ് ഒക്കെ അതിന്റെ പവറിലേക്ക് വരുവാണെങ്കിൽ, നമുക്ക് നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ പറ്റുവാണെങ്കിൽ, നമ്മുടെ കണ്ണുകൾ ഈശോയെ പോലെ ആകുവാണെങ്കിൽ, നമ്മുടെ ചെവി ഈശോയെ പോലെ ആകുവാണെങ്കിൽ എന്തൊരു വലിയ അഭിഷേകമായിരിക്കും. നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക. നാളെ നിങ്ങളുടെ ഇടയിൽ ഞാൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. വചനം പറയുക, നമ്മളെ വിശുദ്ധീകരിക്കുക. നമ്മുടെ ഓരോ കാര്യങ്ങളും വിശുദ്ധീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കപ്പെടും. നമ്മുടെ വീട്ടിൽ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ അത്ഭുതങ്ങളുണ്ടാവും. ഈ ഒരു സമയത്ത് ഇതിനെ നമ്മൾ ആഗ്രഹിക്കാതെ ഈശോയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ആഗ്രഹിക്കാതെ, നമ്മൾ എഫർട്ട് ഇടാതെ കർത്താവിന് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ആഗ്രഹിക്കണം. ഈശോയെ വചനം പറയുന്നു, ചോദിക്കുകയും നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുകയും നിങ്ങൾ കണ്ടെത്തും, മുട്ടുക നിങ്ങൾക്ക് തുറന്നു കിട്ടും. ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. തന്നോട് ചോദിക്കുന്നവർക്ക് അവിടുന്ന് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. നമ്മൾ ചോദിക്കുന്നത്രയും പരിശുദ്ധാത്മാവിനെ നമുക്ക് കിട്ടും. ഈ ഒരു സമയത്ത് പരിശുദ്ധാത്മാവിന് പ്രാർത്ഥിക്കാൻ പോകുന്നു. പരിശുദ്ധാത്മാവിന് വേണ്ടി പരിശുദ്ധാത്മാവിനുള്ളിൽ നിറയണം, ആഗ്രഹിക്കണം. നമ്മൾ ആഗ്രഹിക്കണം, പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ നിറയണം, ആഗ്രഹിക്കാതെ നമ്മുടെ എൻ്റെ ഓരോ സെൻസസിലും പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം നിറയട്ടെ. എൻ്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് ജ്വലിക്കട്ടെ. വചനം പറയും 1 തിമോത്തി 1:6, എന്റെ കൈവപ്പ് വഴി നിനക്ക് ലഭിച്ച കൃപാവരത്തെ നീ വീണ്ടും ഉജ്ജ്വലിപ്പിക്കണം എന്ന് ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്റെ കൈവപ്പ് വഴി നിനക്ക് ലഭിച്ച കൃപാവരത്തെ വീണ്ടും ജ്വലിപ്പിക്കണം. നമുക്ക് മുട്ടുമേലക്കായി പ്രാർത്ഥിക്കാൻ പറ്റുന്ന അങ്ങനെ പ്രാർത്ഥിക്കണേ. കാരണം ഇതൊരു സമർപ്പണത്തിന്റെ സമയമാണ്, അഗ്നി ജ്വലിക്കുന്ന സമയമാണ്. അഗ്നി ജ്വലിക്കണമെങ്കിൽ നമ്മളിങ്ങനെ റിസീവ് ചെയ്യാൻ റെഡി ആവണം. പൂർണ്ണമായിട്ടും ഈ ഒരു സമയത്ത് ആത്മാവ് ജ്വലിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട്, നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് ജ്വലിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഒന്ന് സ്തുതിക്കാവേ. യേശുവേ ഹല്ലേലൂയ 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 പരിശുദ്ധാത്മാവ് നിറയണമേ, പരിശുദ്ധാത്മാവെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, പരിശുദ്ധാത്മാവെ ശക്തിപ്പെടുത്തണമേ. ആരാധന, പരിശുദ്ധാത്മാവെ കത്തിപ്പെടണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പുതിയ ഹൃദയം, പുതിയ ചൈതന്യം നൽകണമേ. ഹല്ലേലൂയ 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 എന്ന് പാട്ട് പാടാൻ പോവാണ്. ദൈവത്തിന്റെ നാമമായ പാട്ട് പാടുമ്പോൾ നിങ്ങൾ ഇങ്ങനെ കൈയടിച്ച് പാടണം, മ്യൂട്ട് ചെയ്ത് പാടണം. ആദ്യം മ്യൂട്ടാക്കുക, എല്ലാവരും കൈയടിച്ച് കൂടെ പാടണം. പരിശുദ്ധാത്മാവിനെ നമ്മൾ പാട്ട് പാടി ഇങ്ങനെ പാടുന്ന സമയത്ത് ആഘോഷത്തോടെ പാടുക. ദൈവത്തിന്റെ ആത്മാവ് പരിശുദ്ധാത്മാവെ ഞങ്ങളെ വന്ന് നിറയണമേ, ഞങ്ങളെ ഒന്ന് വസിക്കണമേ, അത്രേ ഉള്ളൂ. ഇതിങ്ങനെ കൈയടിച്ച് വേണം പാടാൻ വേണ്ടി. കൈയടിച്ച് പാടുമ്പോൾ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റണം, പരിശുദ്ധാത്മ പ്രസൻസ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണം. ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഈ സമയത്ത് കൈയടിച്ച് മ്യൂട്ട് ചെയ്ത് നമുക്ക് ഈ സമയത്ത് പാട്ട് പാടാവേ. ദൈവത്തിൻ്റെ ആത്മാവേ പരിശുദ്ധാത്മാവേ, ദൈവത്തിൻ്റെ ആത്മാവേ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ. ദൈവത്തിൻ്റെ ആത്മാവേ പരിശുദ്ധാത്മാവേ, ദൈവത്തിൻ്റെ ആത്മാവേ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ,
ഞങ്ങളിൽ വന്നു വസിക്കണമേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ. ഉറക്കെ പാടാവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമുക്ക് ഉറക്കെ സ്തുതിക്കാവേ. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ. ആരാധന യേശുവേ ആരാധന 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 ആരാധന. ആരാധന ആരാധന പരിശുദ്ധാത്മാവേ ആരാധന വ്യാപരിക്കണമേ. ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ പരിശുദ്ധാത്മാവേ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ 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 ഈശോയെ യേശുവേ. മഹത്വം, ഈശോയെ ഹല്ലേലൂയ മഹത്വം, ഹല്ലേലൂയ മഹത്വം, ഹല്ലേലൂയ മഹത്വം, ഹല്ലേലൂയ മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ ആരാധന കർത്താവേ ഹല്ലേലൂയ ഈശോയെ ഹല്ലേലൂയ. പ്രാർത്ഥിക്കണം. ഈശോയെ പ്രാർത്ഥിക്കണമേ. പരിശുദ്ധാത്മാവേ ആരാധന ആരാധന ഈശോയെ ആരാധന. പ്രാർത്ഥിക്കണം. ഈശോയെ ഈശോ ഹല്ലേലൂയ ഹല്ലേലൂയ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ നിറയണമേ. അഭിഷേകം ചെയ്യണമേ. ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ജ്യോതിക്കട്ടെ ജ്യോതിക്കട്ടെ. പരിശുദ്ധാത്മാവേ 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 നിറയണമേ. അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ 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 യേശുവിന്റെ ആത്മാവേ വ്യാപരിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ ഓരോ ഇന്ദ്രിയങ്ങളെയും ഈ ഒരു സമയത്ത് വിട്ടുകൊടുക്കാം. ഈശോയുടെ കരങ്ങളെ വിട്ടുകൊടുക്കാം. നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം വിട്ടുകൊടുക്കാം. നമ്മൾ ഈ കാലഘട്ടത്തിൽ ഒരുപാട് തിന്മകൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ നമ്മൾ പോയിട്ടുണ്ട്. നമ്മൾ കണ്ണുകളെ വിട്ടുകൊടുക്കാം. വചനം പറയുന്നു, കണ്ണാണ് നിന്റെ ശരീരത്തിന്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. കർത്താവെ, ഈശോയുടെ തിരുരക്തം കൊണ്ട് നമ്മുടെ കണ്ണ് കഴുകപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കാം. നമ്മുടെ ഈശോയുടെ തിരുരക്തം നമ്മുടെ കണ്ണുകളെ എങ്ങനെ വാഷ് ചെയ്യട്ടെ. ഈശോയുടെ തിരുരക്തം എങ്ങനെ നമ്മുടെ ശരീരത്തിൽ ഒഴുകാൻ പോവാണ്. ഈശോയുടെ തിരുരക്തം നമ്മുടെ കണ്ണുകളെ വാഷ് ചെയ്യുന്നതായിട്ട് കാണാവേ. ഈശോയുടെ തിരുരക്തം നമ്മുടെ ശിരസിൽ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശിരസിൽ ഇങ്ങനെ ഈശോയുടെ തിരുരക്തം കഴുകുക. നമ്മുടെ ചിന്തകളെ ഈശോയുടെ തിരുരക്തം കഴുകുക. നമ്മുടെ ചിന്തകളെ കർത്താവിന്റെ തിരുരക്തം കഴുകുക. നമ്മൾ ചിന്തിക്കുന്ന ഓരോ ചിന്തകളും എല്ലാം നമ്മൾ കഴുകപ്പെടുന്നത് കാണാവേ. ഈ തിരുരക്തം, ഈശോയുടെ തിരുരക്തം ഇങ്ങനെ ഒഴുകി നമ്മുടെ അധരങ്ങളെ എങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുക. വചനം പറയുന്ന, നാവുകൊണ്ട് തെറ്റ് ചെയ്യാതിരിക്കാനായിട്ട് ഞാൻ എൻ്റെ വഴികൾ ശ്രദ്ധിക്കും. സംസാരത്തെ തെറ്റ് വരാത്ത ഏവനും പൂർണ്ണനാണ്. ഈശോയെ എൻ്റെ നാവിനെ കഴുകണം, എൻ്റെ അധരങ്ങളെ കഴുകണം. നമ്മളിങ്ങനെ കഴുകണം എന്ന് പറയുമ്പം നമ്മൾ നാവ് കൊണ്ട് പല തെറി പറഞ്ഞിട്ടുണ്ട്, കുറ്റം പറഞ്ഞിട്ടുണ്ട്. പൂർണ്ണമായിട്ടും കർത്താവിന്റെ തിരുരക്തം നമ്മുടെ നാവിനെ വാഷ് ചെയ്യട്ടെ. ഈശോ ഇനി അത് ചെയ്യാതിരിക്കാനായിട്ട് കർത്താവിന്റെ നാവിനെ കഴുകണമേ. തിരുരക്തം ഇങ്ങനെ ഒഴുകി ഒഴുകി നമ്മുടെ കൈകൾ കഴുകപ്പെടുന്നു. നമ്മുടെ കൈകൾ കൊണ്ട് നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ? നിന്റെ കണ്ണ് നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ, നിന്റെ ഏതെങ്കിലും ശരീരത്തിന് അവയവം നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ അതിങ്ങനെ ചൂർന്നെടുത്ത് കളയുക. 2 കണ്ണുകളോടുകൂടി എറിയപ്പെടുന്നത് നല്ലത് ഒരു കണ്ണുമായിട്ട് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നതാണ്. നമ്മുടെ കണ്ണുകൾ, നമ്മുടെ കൈകളെല്ലാം ഇങ്ങനെ വാഷ് ചെയ്യപ്പെടട്ടെ. ഈശോയുടെ തിരുരക്തം എൻ്റെ ഹൃദയത്തെ വാഷ് ചെയ്യട്ടെ. സുഭാഷിതം 4:23, നിന്റെ ഹൃദയത്തെ ജാഗരൂകതയോടെ സൂക്ഷിക്കുവിൻ, അതിൽ നിന്നാണ് ജീവന്റെ ഉറവകൾ ഒഴുകുന്നത്. ഈശോയുടെ തിരുരക്തം എൻ്റെ ഹൃദയത്തെ വാഷ് ചെയ്യട്ടെ. ഈശോയുടെ തിരുരക്തം ഒഴുകി ഒഴുകി എൻ്റെ ലൈംഗിക അവയവങ്ങളെ വിശുദ്ധീകരിക്കട്ടെ. ഈശോയുടെ തിരുരക്തം എൻ്റെ കാലുകളെ ഇങ്ങനെ കഴുകട്ടെ. എൻ്റെ ശരീരത്ത് മുഴുവനും കർത്താവിന്റെ തിരുരക്തം, എൻ്റെ ഓരോ സെൻസസും ഇങ്ങനെ കഴുകപ്പെടട്ടെ. എൻ്റെ ഓരോ സെൻസസും കഴുകുന്നതായിട്ട് കാണാം. ലിറ്ററലി അനുഭവിക്കാതെ കർത്താവിന്റെ തിരുരക്തം നമ്മളിങ്ങനെ വാഷ് ചെയ്യുന്നതായിട്ട് കാണാം. പരിപൂർണമായിട്ട് വാഷ് ചെയ്യുന്നതായിട്ട് കാണാം. ഈ തിരുരക്തം പരിപൂർണമായിട്ട് വാഷ് ചെയ്യുന്ന അനുഭവിച്ചുകൊണ്ട് ഈശോയെ എന്നെ ഇങ്ങനെ പരിപൂർണമായിട്ട് കഴുകണേ എന്നിങ്ങനെ കഴുകുന്ന നന്ദി പറഞ്ഞുകൊണ്ട് എന്നെ പരിപൂർണമായിട്ട് കർത്താവിന്റെ തിരുരക്തം നമ്മളെ വാഷ് ചെയ്തുകൊണ്ടിരിക്കുക. 1 യോഹന്നാൻ 1:7, അവന്റെ കുഞ്ഞാടിന്റെ രക്തം സകല പാപങ്ങളിൽ നിന്ന് നിന്നെ വിശുദ്ധീകരിക്കുന്നു. കുഞ്ഞാടിന്റെ രക്തം സകല പാപങ്ങളിൽ നിന്ന് വിശുദ്ധീകരിക്കുന്നു. എന്റെ ഇന്ദ്രിയങ്ങളെ കംപ്ലീറ്റ് കഴുകുന്നു. പൂർണ്ണമായിട്ട് ഈശോയുടെ തിരുരക്തത്തിന് വലിയൊരു ഒഴുക്ക് ഇങ്ങനെ സ്വീകരിച്ചുകൊണ്ട് പരിപൂർണ്ണ വാഷ് ചെയ്യുന്നത് കണ്ടുകൊണ്ട്, എന്റെ ശരീരത്തെ കംപ്ലീറ്റ് വാഷ് ചെയ്യുന്നത് കണ്ടുകൊണ്ട് നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് കൈ ഉയർത്തി സ്തുതിക്കണം. കൈ ഉയർത്തി നമുക്ക് സ്തുതിക്കാം. യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഈശോയെ വാഷ് ചെയ്യണം. ഈശോയെ ആരാധന ആരാധന ആരാധന. വാഷ് ചെയ്യപ്പെടണം, വാഷ് ചെയ്യപ്പെടണം. ഈശോയെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാ വന്നിരിക്കുന്നു. ശക്തി പ്രാപിക്കട്ടെ. ആരാധന ആരാധന ആരാധന.
ആരാധന 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 നൽകി അനുഗ്രഹിക്കണമേ. ഹാലേലിയ 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 ഈ വാഷ് ചെയ്യുന്നത് ഇങ്ങനെ കണ്ടോണ്ടേ ഈശോയുടെ തിരുരക്തം ഇങ്ങനെ നിറയാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ പാടാൻ അറിയാവുന്ന പാട്ടാണ്. തിരുക്കരത്താൽ താങ്ങിനെ മ്യൂട്ട് ചെയ്തിട്ട് തിരുരക്തത്തെ കഴുകണമേ ഞാൻ പാട്ട് പാടാൻ പോവാണ്. കൈയടിച്ച് കംപ്ലീറ്റ് ഇങ്ങനെ വാഷ് ചെയ്യുന്ന കണ്ടോണ്ട് നമുക്ക് പാടാവേ. തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ, തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. ഈ ഒരു സമയത്ത് ഇങ്ങനെ കാണാം ഈശോയുടെ തിരുരക്തമാണ് വാഷ് ചെയ്യുവാണ്, എന്റെ ശരീരം വാഷ് ചെയ്യുവാണ്, എന്റെ കംപ്ലീറ്റ് വാഷ് ചെയ്യുക, എന്റെ ഇന്ദ്രിയങ്ങളെ മൊത്തം കഴുകുവാണ്. ഇത് കണ്ടുകൊണ്ട് നമുക്ക് ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് പാടാവേ. തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ, തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. നമ്മൾ ഈ സമയത്ത് സ്തുതിക്കാൻ പോകുന്ന സമയത്ത് പരിപൂർണമായിട്ടും ഈ സൗഖ്യം അനുഭവിച്ച് സ്തുതിക്കണേ. സൗഖ്യം അനുഭവിച്ച് നമ്മൾ ഇങ്ങനെ ഇൻവോൾവ് ചെയ്യുന്ന സമയത്തെ നമ്മുടെ ശരീരത്തിലുള്ള രോഗങ്ങൾ മാറിപ്പോകും, നമ്മുടെ വിഷാദങ്ങൾ മാറിപ്പോകും, നമ്മുടെ പ്രശ്നങ്ങൾ മാറിപ്പോകും. നമ്മൾ ഇൻവോൾവ് ചെയ്ത് സ്തുതിക്കുമ്പോൾ നമ്മുടെ എന്ത് കാര്യത്തെ ഓർത്താണോ ടെൻഷൻ അടിയാതെ എല്ലാം മാറിപ്പോകും. നമ്മുടെ ശരീരത്തിന്റെ ആഗ്രഹങ്ങളൊക്കെ മാറിപ്പോകും. പൂർണ്ണമായിട്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഇൻവോൾവ് ചെയ്ത് ഈശോയുടെ തിരുരക്തത്തിന്റെ ഒഴുക്ക് ഇങ്ങനെ ഈശോ നമുക്ക് തരുന്ന സൗഖ്യം അനുഭവിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും കർത്താവിന്റെ കരങ്ങളിലേക്ക്, ഈശോയുടെ തിരുക്കുരിശിന്റെ ചുവട്ടിലേക്ക് നമ്മുടെ ശരീരത്തെ പരിപൂർണ്ണമായി വിട്ടുകൊടുത്ത്, നമ്മുടെ സാഹചര്യങ്ങളെ പരിപൂർണ്ണമായിട്ട് വിട്ടുകൊടുത്ത് നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. യേശുവേ ഹല്ലേലൂയ 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 വചനമായിട്ട് സൗഖ്യമായിക്കണമേ. സൗഖ്യപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവെ വ്യാപരിക്കണമേ. പരിശുദ്ധാത്മാവ് നിറയണമേ. പരിശുദ്ധാത്മാവ് തൊടണമേ. പരിശുദ്ധാത്മാവ് തൊടണമേ. ശരീരമേ ഞങ്ങളെ ശരണപ്പെടുന്നു. പരിശുദ്ധാത്മാവ് വ്യാപരിക്കണമേ. ഈ സമയത്ത് നമുക്കിങ്ങനെ ഈശോയുടെ സ്നേഹം കൊണ്ട് നിറയാതെ, ഉള്ളിലെ ഈശോയുടെ സ്നേഹം കൊണ്ട് നിറയാം. അതായത് സ്നേഹത്തിന് വേണ്ടി ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവട്ടെ. സ്നേഹത്തിന് ആഗ്രഹമേ, പല തടസ്സങ്ങളൊക്കെ കാണും ഉള്ളില്, പക്ഷെ അതിങ്ങനെ ഒരു സ്നേഹത്തിന് വേണ്ടിയുള്ളൊരു ആഗ്രഹം ഉണ്ടാവട്ടെ. വചനം പറയുന്നുണ്ട്, 1 യോഹന്നാൻ 3:1 പറയുവാണ്, നീ ദൈവമക്കളെന്ന് വിളിക്കപ്പെടും. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മോട് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുന്നു, നിങ്ങൾ അങ്ങനെയാണ് താനും. നമ്മൾ ദൈവത്തിന്റെ മകളാ, ദൈവത്തിന്റെ മകനാ, ഈശോയുടെ മോനാണ് ഞാൻ. ഇതിങ്ങനെ ദൈവത്തിന്റെ മോനാന്നുള്ള ഒരു കാര്യം ഉള്ളിലോട്ട് കൊണ്ടുവരാം. ഈശോയുടെ സ്നേഹം, ഈശോ എനിക്ക് വേണ്ടി ഇങ്ങനെ മരിച്ചു, ഈശോയുടെ സ്നേഹത്തിന് വേണ്ടിയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇതെല്ലാം ഈശോയുടെ സ്നേഹത്തിന് വേണ്ടിയാണ്. ഈ ഒരു ഉള്ളിലൊരു ആഗ്രഹം ഉണ്ട്, എന്റെ ഈശോയെ തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് അവ നൽകി. ദൈവമക്കളാകാനുള്ള കഴിവ്, ആ കഴിവ് നമ്മുടെ ഉള്ളിലുണ്ട്. ഈശോ എനിക്ക് ദൈവമക്കളാവണം, ഞാൻ ദൈവമക്കളാണ്, എനിക്കത് മനസ്സിലാവണം, എനിക്കത് അങ്ങനെ ചെയ്യണം. പൂർണ്ണമായിട്ടും അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഉപേക്ഷിക്കാൻ പോകണം. നമ്മളൊന്ന് സ്തുതിക്കാൻ പോവാ. സ്തുതിക്കുന്ന സമയത്തെ സ്തുതിച്ചു കഴിഞ്ഞിട്ട് വിനോദിച്ച് നമുക്ക് ഡെലിവറൻസ് തരും. വിനോദിച്ച് കുറച്ച് പ്രാർത്ഥിച്ച് നമുക്ക് ഡെലിവറൻസ് തരും.
പക്ഷെ ആ ഡെലിവറൻസ് സ്വീകരിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ആഗ്രഹമാണ്, കർത്താവെ എനിക്ക് ഒരു കരയണം നമ്മളെ, കർത്താവ് എനിക്ക് ഈ സാധനം എനിക്ക് പറ്റുന്നില്ല, എനിക്ക് അതിനകത്ത് എനിക്ക് ഭയങ്കര കൊതിയാ, എനിക്ക് ഫുഡിനോട് ഭയങ്കര ആസക്തിയാണ്. എല്ലാം ഞാനിങ്ങനെ വീഡിയോസ് ഇങ്ങനെ സ്ഥിരം കാണുന്നയാളാണ്. ഞാൻ സ്വയംഭോഗം എന്നും ചെയ്യുന്നു. ഞാൻ ഭയങ്കര കുറ്റം പറയുന്നു ഈശോയെ, കുറ്റം പറഞ്ഞു പോവാണ്. ഈശോയെ എനിക്കിങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, എനിക്കിങ്ങനെ ചീത്ത കാര്യങ്ങൾ കേൾക്കാൻ എനിക്ക് ഇഷ്ടമാണ്. എന്തൊക്കെയോ ചില വിഷയങ്ങൾ എനിക്കുണ്ട് തമ്പുരാനെ. സോഷ്യൽ മീഡിയ അഡിക്ഷൻ ഉണ്ട്. എന്താണോ നമ്മളെ ഇങ്ങനെ ബാധിക്കുന്നത് അത് ഈ ഒരു സമയത്ത് കർത്താവ് കളയാൻ വേണ്ടി ഇങ്ങനെ ശരിക്കും ആഗ്രഹിക്കാം. ആഗ്രഹം എന്ന് പറഞ്ഞാൽ തീവ്രമായിരിക്കണം. കർത്താവ് എനിക്ക് രക്ഷപ്പെടണം ഈശോ, എനിക്ക് രക്ഷപ്പെടണം. വചനം പറയുന്നു അവിടുത്തെ മുഖം പ്രകാശിക്കുകയും നിങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. അവിടുത്തെ മുഖം പ്രകാശിക്കുകയും നിങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. കർത്താവിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുന്നത്. ഇനി സ്തുതിക്കുന്ന സമയത്ത് ബിനോയിച്ചൻ വരും. നമ്മൾ സ്തുതിച്ചു കഴിഞ്ഞിട്ട് ബിനോയിച്ചൻ പ്രാർത്ഥിച്ചു തുടങ്ങും. അപ്പോൾ നമ്മൾ ആകത്തോടെ നിൽക്കുമ്പോൾ നമ്മൾ അച്ഛന്റെ അഭിഷേകത്തോട് ചേർന്ന് ജീസസ് പിതാവിന്റെ അഭിഷേകത്തോട് ചേർന്നൊക്കെ ആയിരിക്കും നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പൂർണ്ണമായിട്ടും കർത്താവെ ഈ പ്രയർ മീറ്റിംഗ് കഴിയുമ്പോഴേക്കും എനിക്കൊരു ഹീലിംഗ് അനുഭവപ്പെടണം, എനിക്ക് ഡെലിവറൻസ് അനുഭവപ്പെടണം. പൂർണ്ണമാണ് കർത്താവ് ഈ ഒരു സമയത്ത് എൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളെയും അങ്ങയുടെ കരങ്ങളിൽ മുമ്പിലോട്ട് വെച്ചുകൊണ്ട് ഈ ദിവ്യകാരണത്തിന് മുമ്പിലോട്ട് കർത്താവിന്റെ കുരിശിന്റെ ചുവട്ടിലോട്ട് എൻ്റെ എല്ലാ ബലഹീനതകളെയും ഞാനിങ്ങനെ കടന്നു പോകുന്ന ആ ഒരു അവസ്ഥയെ, ഞാൻ കടന്നു പോകുന്ന എനിക്ക് കീഴടക്കാൻ പറ്റാത്ത ആ ഒരു പാപാവസ്ഥയെ അങ്ങയുടെ കരങ്ങളുടെ മുമ്പിലേക്ക് വെച്ചുകൊണ്ട് ഈശോയെ അതിനകത്തുനിന്ന് ഡെലിവറൻസ് കിട്ടാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈശോയെ ഞാൻ സ്തുതിക്കുന്നു. യേശു ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന പ്രാർത്ഥിക്കേ. അച്ഛാ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടേ. ബിനോയ് അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടേ. ഹലോ, കേക്കാവോ? ഹലോ. ആ, പരിശുദ്ധ ത്രിത്വത്തിന്റെ ശക്തിയാൽ ഡിജിറ്റൽ അടിമത്തം, ഇന്ദ്രിയങ്ങളുടെ അശുദ്ധി, തഴക്കദോഷങ്ങൾ എന്നിവയിൽ നിന്ന് പരിപൂർണ വിടുതലിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ഈ നിമിഷം വലിയ വിശ്വാസത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഈശോയിലേക്ക് നമുക്ക് നല്ല സ്നേഹത്തോടെ നോക്കാം. ഈശോ ഇന്ന് പ്രിൻസസിലൂടെ ഞങ്ങളോട് സംസാരിച്ച എല്ലാ വിഷയങ്ങളിലും ഞങ്ങൾക്ക് വിടുതൽ നൽകണമേ. പുതിയതായി ഈശോയെ സ്നേഹിച്ച് ധീരതയോടുകൂടി അങ്ങ് സാക്ഷ്യം വഹിക്കാൻ ഞങ്ങൾ ശക്തരാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുക. ഈ നിമിഷങ്ങളിൽ നമുക്ക് കുരിശ് വരച്ചുകൊണ്ട് നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ വിശുദ്ധീകരിച്ചുകൊണ്ട് നമുക്ക് ഈ ഡെലിവറൻസ് ശുശ്രൂഷയിലേക്ക് നമുക്ക് കടക്കാം. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങൾ തമ്പുരാനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പിതാവിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ഈ ആരാധനയിൽ പങ്കുചേരുന്ന നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, മനുഷ്യശക്തിയാൽ ഒരു തിന്മയെയും നമുക്ക് ജയിക്കാൻ പറ്റില്ല. എന്നാൽ ദൈവത്തിന്റെ വിരലായ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നാൽ നമ്മൾ ശക്തി പ്രാപിക്കും, എല്ലാ തിന്മയിൽ നിന്നും വിടുതൽ പ്രാപിക്കും. വചനം ഇങ്ങനെയാണ് പറയുന്നത്: കർത്താവാണ് ആത്മാവ്, കർത്താവിന്റെ ആത്മാവ് എവിടെയുണ്ടോ അവിടെ സ്വാതന്ത്ര്യമുണ്ട്. 1 കൊരിന്ത്യർ 3:17 പറയുന്നു. ആ നിത്യ സ്വാതന്ത്ര്യത്തിലേക്ക് കർത്താവെ ഞങ്ങളെ നയിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നിമിഷം ഈശോയുടെ തിരുരക്തത്തിന്റെ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും തങ്ങളുടെ കരങ്ങൾ നെഞ്ചിനോട് ചേർത്ത് വെച്ച് ഈശോയെ അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ എന്ന് ഞങ്ങളുടെ എല്ലാ ഇന്ദ്രിയങ്ങളിലേക്കും ബുദ്ധിയിലേക്കും ആത്മാവിലേക്കും മനസ്സിലേക്കും ശരീരത്തിലേക്കും ഒഴുകി ഇറങ്ങണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
തിരുരക്തം എല്ലാവരുടെ മേലും തളിക്കപ്പെടുകയാണ്. നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ആരാധന, അങ്ങയുടെ വിലയേറിയ തിരുരക്തത്താൽ ഞങ്ങളുടെ ഓരോരുത്തരെയും കഴുകണമേ. ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങൾ, ഞങ്ങൾ ഇന്ദ്രിയങ്ങളിലൂടെ കടന്നു വന്ന അശുദ്ധികൾ, ഞങ്ങളുടെ ഭവനങ്ങൾ പറ്റിപ്പിടിച്ചിരിക്കുന്ന തിന്മയുടെ സ്വാധീനങ്ങൾ എല്ലാം അങ്ങയുടെ തിരുരക്തത്താൽ കഴുകണമേ. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ പറയുന്നു, 1 യോഹന്നാൻ 1:7 പറയുന്നു, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. സ്നേഹ സഹോദരങ്ങൾ, നമ്മുടെ മേലെല്ലാം അവിടുത്തെ തിരുരക്തം ഈ നിമിഷം ഒഴിക്കപ്പെട്ട് കഴിഞ്ഞു. നമുക്ക് വലിയ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കത്തോലിക്ക തിരുസഭയ്ക്ക് ഈശോ മിശിഹ നൽകിയിട്ടുള്ള ശ്ലൈഹിക അധികാരത്തോടു കൂടിയാണ് നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്. പൗരോഹിത്യത്തിന്റെ അഭിഷേകത്തോട് ചേർന്ന് നിന്നുകൊണ്ട്, പ്രത്യേകിച്ച് ഇന്ന് നമുക്ക് ക്ലാസ് എടുത്ത പ്രിൻസത്തിന്റെയും അതോടൊപ്പം തന്നെ ജെയിംസ് പിതാവിന്റെ ആത്മീയ അഭിഷേകത്തോടും മറ്റെല്ലാ പുരോഹിതരുടെ അഭിഷേകത്തോടും കർത്താവ് എനിക്ക് നൽകിയ പൗരോഹിത്യ അധികാരത്തോട് ചേർന്ന് ഇപ്പോൾ നസ്രയനായ യേശുവിന്റെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. സങ്കീർത്തകൻ ഇങ്ങനെ പറയുന്നു, നിന്റെ വഴികളിലെല്ലാം നിന്നെ കാത്തു രക്ഷിക്കാൻ തന്റെ പരിശുദ്ധ ദൂതന്മാരോട് കൽപ്പന നൽകും. കർത്താവായ ഈശോയെ, മാതാവേ, അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥ ഞങ്ങൾ അപേക്ഷിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവേ, സർപ്പത്തിന്റെ തല തകർത്ത് അങ്ങയുടെ പാദങ്ങൾക്ക് കീഴിൽ സാത്താന്റെ സകല തന്ത്രങ്ങളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. വിശുദ്ധ മിഖായേൽമാലാഹായ സ്വർഗീയ സൈന്യാധിപനെ അങ്ങ് വാളുമായി ഇറങ്ങി വന്ന് ഈ മക്കളെ ബന്ധിച്ചിരിക്കുന്ന തിന്മയുടെ ചങ്ങലുകൾ പൂർണ്ണമായിട്ട് ഛേദിക്കണമേ. സകല വിശുദ്ധരെ ഈ നിമിഷം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് നമ്മുടെ കരങ്ങള് ദൈവകാന്തത്തിന് നേരെ നീട്ടിപ്പിടിക്കാം. എഫെസസ്യർക്ക് ലേഖനത്തിലെ പൗലോസ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ എപ്രകാരം ജീവിക്കുന്നുവെന്ന് വീക്ഷിക്കുവിൻ, സമയം പൂർണ്ണമായും ഉപയോഗിക്കുവിൻ, എന്തെന്നാൽ ഇത് തിന്മയുടെ ദിനങ്ങളാണ്. തിരുസഭയുടെ അധികാരത്തിലും ഈശോയുടെ നാമത്തിലും ഞാൻ കൽപ്പിക്കുന്നു, മൊബൈൽ ഫോണിനോടും ഇന്റർനെറ്റിനോടും സോഷ്യൽ മീഡിയയോടും ഓൺലൈൻ ഗെയിമിനോടുമുള്ള സകല അനിയന്ത്രിതമായ ആസക്തികളെയും ഈശോയുടെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, അങ്ങയുടെ മക്കളിൽ നിന്ന് പൂർണ്ണമായിട്ട് ബഹിഷ്കരിക്കുന്നു. ദൈവത്തിൽ നിന്ന് അകറ്റുന്ന സ്ക്രീൻ അഡിക്ഷനെ എല്ലാ ചങ്ങലുകളും തകരട്ടെ. ഈ ഉപകരണം ഇനി മുതൽ പാപത്തിനുള്ള വഴിയല്ല, മറിച്ച് വചനപ്രഘോഷത്തിനുള്ള ആയുധമായി മാറട്ടെ. ഹല്ലേലൂയ, ആരാധന, ആരാധന, ആരാധന. കർത്താവേ, അങ്ങയുടെ കൃപ ഇറങ്ങി വരട്ടെ, അങ്ങയുടെ അഭിഷേകം ഇറങ്ങി വരട്ടെ, അങ്ങയുടെ ശക്തി ഇറങ്ങി വരട്ടെ, അങ്ങയുടെ സ്നേഹം ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ, ആരാധന, ആരാധന. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ദ്രിയങ്ങളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ദാവീദ് രാജാവ് ഇങ്ങനെ പ്രാർത്ഥിച്ചു, നീചമായ കാര്യങ്ങളിൽ ഞാൻ കണ്ണെടുക്കുകയില്ല, വഴിപിഴച്ചവന്റെ പ്രവൃത്തിയെ ഞാൻ വെറുക്കുന്നു, അത് എന്നോട് ഇനി ഒട്ടി നിൽക്കില്ല. സങ്കീർത്തനം 101:3 ബന്ധിക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, നമുക്ക് നമ്മുടെ കണ്ണുകളെ വിശുദ്ധീകരിക്കപ്പെടാനായിട്ട് പൂർണ്ണമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കൈകള് കണ്ണുകളുടെ മേൽ വെച്ചുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാം. കർത്താവേ, അശുദ്ധമായ വീഡിയോകൾ, ചിത്രങ്ങൾ, പോർണോഗ്രഫി എന്നിവ കണ്ട് മലിനമായ ഈ കണ്ണുകളെ അങ്ങയുടെ വചനത്താലും തിരുരക്തത്താലും ഞങ്ങൾ കഴുകുന്നു. കാഴ്ചയിലൂടെ കടന്നു വന്ന അശുദ്ധിയുടെയും പാപചിന്തകളുടെയും സകല അന്ധകാര ശക്തികളെയും ഈശോയുടെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. ഹല്ലേലൂയ, ആരാധന, ആരാധന, ആരാധന. നമ്മള് ചെവികളെ നമ്മൾ പ്രത്യേകമായിട്ട് വിശുദ്ധീകരിക്കാൻ പോവുകയാണ്. വചനം ഇങ്ങനെ പറയുന്നു, എഫേസസ് 4:29 ഇങ്ങനെ പറയുന്നു, മറ്റുള്ളവരെ ആത്മീയമായി പടുത്തുയർത്താൻ ഉതകുന്ന നല്ല വാക്കുകളല്ലാതെ ദുഷിച്ച് സംസാരിപ്പിക്കുന്നവരൊന്നും ഞങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടുകയില്ല, കേൾക്കാനായിട്ട് ചെവിയെ വിട്ടുകൊടുക്കില്ല. കാരണവാനായ ഈശോയെ, പരദൂഷണം കേൾക്കാനും അശുദ്ധമായ സംഭാഷണങ്ങൾ കേൾക്കാനും വെമ്പൽ കൊള്ളുന്ന ഈ ചെവികളെ ഞാൻ വിശദീകരിക്കുന്നു. അങ്ങയുടെ വചനം കേൾക്കാൻ മാത്രം ഈ കാതുകൾ തുറക്കപ്പെടട്ടെ.
കാനുവാനായ ഈശോയെ, ഞങ്ങളുടെ എല്ലാ ഇന്ദ്രിയങ്ങളെയും ഈ നിമിഷങ്ങൾ ഈശോയുടെ കരങ്ങളെ സമർപ്പിക്കുകയാണ്. സ്പർശനത്തിന് കാരണമാകുന്ന ത്വക്കിനെയും ഞങ്ങളുടെ കാലുകളെയും ഞങ്ങൾ നടക്കുന്ന കാലുകളെയും ഞങ്ങളുടെ കൈകളെയും മറ്റെല്ലാ ഇന്ദ്രിയങ്ങളെയും കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ തിരുരക്തം ഈ നിമിഷം പരിപൂർണമായിട്ട് ഒഴുകപ്പെട്ട് പരിപൂർണമായിട്ട് ഞങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ട വിശ്വാസത്തോടു കൂടി കർത്താവെ അങ്ങയുടെ വിശുദ്ധീകരണം ഞങ്ങൾ ഏറ്റെടുക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആരാധന ആരാധന ആരാധന. ശക്തി നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, കൃപ നിറയട്ടെ. നമുക്ക് പരിപൂർണ്ണ വിടുതലിന് വേണ്ടി ആഗ്രഹിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ പാപശീലങ്ങളെയും പഴക്കദോഷങ്ങളെയും ഈശോയുടെ നാമത്തിൽ നമുക്ക് ബന്ധിക്കാം. വചനം പറയുന്നു, ഞങ്ങളുടെ പോരാട്ടത്തിനുള്ള ആയുധങ്ങൾ ജഡികമല്ല, മറിച്ച് എല്ലാത്തിനെയും തകർക്കാൻ തക്കവിധം ദൈവസന്നിധിയിൽ ശക്തമായവയാണ്. 2 Corinthians 10:4 ബന്ധിക്കുന്നു. ഹല്ലേലൂയ. ആരാധന. ആയുധമായ ഈശോയുടെ നാമത്തിൽ ഉപേക്ഷിക്കാൻ ആഗ്രഹിച്ചിട്ടും കഴിയാത്ത പാപശീലങ്ങളുടെ വേരുകളെ ഈശോയുടെ നാമത്തിൽ ഈ നിമിഷം പിഴുതു മാറ്റുന്നു. ഹല്ലേലൂയ. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, നമ്മൾ ഈ നിമിഷം നമ്മുടെ എല്ലാ തഴക്കദോഷങ്ങളും ഒരു നിമിഷം ഓർക്കുക. ഈശോ, എനിക്ക് ഏത് തഴക്കദോഷമാണ് എന്നെ ശല്യപ്പെടുത്തുന്നത്, ഈശോയിൽ തന്നെ അകറ്റുന്നത്, ഈശോ ദൈവസ്നേഹത്തിൽ തന്നെ അകറ്റുന്നത്, അത് ഈ നിമിഷം പറിച്ചു കളയാനും നിന്നോട് ചേർന്ന് നിന്ന് എല്ലാവർക്കും മാതൃക നൽകുന്ന രീതിയിൽ വിശുദ്ധ ജീവിതം നയിക്കാൻ ആവശ്യമായിട്ടുള്ള കൃപകൾ തമ്പുരാൻ നൽകണമേ നമുക്ക് ആഗ്രഹിക്കാം. കോപവും വിദ്വേഷവും നമ്മിൽ പൂർണ്ണമായിട്ട് നീങ്ങിപ്പോകാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ നാമത്തിൽ കോപത്തിന്റെയും പകയുടെയും ബന്ധനങ്ങൾ മത്തായി 5:22 ബന്ധിക്കുന്നു. ഹല്ലേലൂയ. ആരാധന ആരാധന. എല്ലാ അശുദ്ധാപങ്ങളെയും ഈശോയുടെ നാമത്തിൽ ബന്ധിക്കുന്നു. അസന്മാർഗിയോ വിഗ്രഹാരാധകരോ വ്യഭിചാരികളോ ദൈവരാജ് അവകാശപ്പെടുത്തുകയില്ല. 1 Corinthians 6:9-10 ബന്ധിക്കുന്നു. ഹല്ലേലൂയ. ആരാധന ആരാധന ആരാധന. കർത്താവായ ഈശോയെ, ഈ പാപങ്ങളൊന്നും ഒരു ലൈംഗിക പാപങ്ങളും അങ്ങയുടെ മക്കളെ ശല്യപ്പെടുത്താതിരിക്കട്ടെ. ഈശോയുടെ തിരുരക്തത്താൽ എല്ലാ അവയവങ്ങളും പൂർണ്ണമായിട്ട് ഈ നിമിഷം കഴിയപ്പെടട്ടെ. കർത്താവായ ഈശോയെ, എല്ലാ ലഹരികളെയും ആസക്തികളെയും ഈശോയുടെ നാമത്തിൽ ബന്ധിക്കുന്നു. 1 Corinthians 6:10 ബന്ധിക്കുന്നു. മദ്യപാനം, പുകവലി, മയക്കുമരുന്ന്, വചനം പറയുന്നു, മദ്യപരോ അധിക്ഷേപകരോ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ല. ഈശോയുടെ നാമത്തിൽ ഈ അടിമത്തങ്ങൾ ഈ നിമിഷം അങ്ങയുടെ മക്കളിൽ നിന്ന് പൂർണ്ണമായിട്ട് തകർക്കപ്പെടട്ടെ. നാവിന്റെ പാപങ്ങൾ കർത്താവെ ഈ നിമിഷം ബന്ധിക്കുന്നു. നുണ, പരദൂഷണം, കുറ്റപ്പെടുത്തൽ, അസൂയ, നാവിനെ മലപ്പെടുത്തുന്ന തിന്മയുടെ അരൂപികൾ അങ്ങയുടെ മക്കളിൽ നിന്ന് പൂർണ്ണമായിട്ട് വിട്ടുപോകട്ടെ. ഹല്ലേലൂയ. ആരാധന 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 ആരാധന. എല്ലാ ആത്മീയ അലസതയെയും എല്ലാ ആത്മീയ തടസ്സങ്ങളെയും ഈശോയുടെ നാമത്തിൽ ബന്ധിക്കുന്നു. പ്രാർത്ഥിക്കാൻ മടി, വിശ്വസിക്കാൻ മടി, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ മടി, ജപമാല ചെല്ലാനുള്ള ജപമാല ചെല്ലാൻ പറ്റാത്ത അവസ്ഥ, വചനം വായിക്കാൻ പറ്റാത്ത അവസ്ഥ, മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥ, എല്ലാ തരത്തിലുള്ള വെറുപ്പ്, വിരോധങ്ങൾ എല്ലാം ഈശോയുടെ നാമത്തിൽ ഈശോ നൽകിയ അധികാരത്തില് എനിക്ക് പൗരോഹിത്യ അധികാരത്തിൽ ഈ നിമിഷം ബന്ധിക്കുന്നു. ഹല്ലേലൂയ. കർത്താവായ ഈശോ എല്ലാ കെട്ടുകളും ഈ നിമിഷം ഒഴുകട്ടെ. കർത്താവായ ഈശോയെ, അങ്ങയുടെ മക്കളുടെ മേല് സാത്താനുള്ള എല്ലാ അധികാരങ്ങളും ഈ നിമിഷം നിർവീര്യമാകട്ടെ. ഇനി അങ്ങയുടെ മക്കളുടെ മേല് അവർക്ക് പിശാചിന് യാതൊരു അധികാരവുമില്ല. ഈശോയ്ക്കാണ് അധികാരം. കർത്താവായ ഈശോയെ, അങ്ങയുടെ മക്കളെ പൂർണ്ണമായിട്ടും ഈശോയുടെ അധികാരത്തിനെ ഫലമേൽപ്പിക്കുന്നു.
എല്ലാ തിന്മകളും എല്ലാ ജഡിക തിന്മകളും വിട്ടുപോകട്ടെ. എല്ലാ ഇന്ദ്രിയങ്ങളും ഈശോ ഭരിക്കട്ടെ. പരിശുദ്ധാത്മാവ് നയിക്കട്ടെ. ഹല്ലേലൂയ. ആരാധന ആരാധന ആരാധന. യേശുവേ ഹല്ലേലൂയ. യേശുവേ 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 ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തില് പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12:1 പറയുന്നു, നമ്മുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കാം. സ്നേഹം നിറഞ്ഞ മക്കളെ, ഞാൻ ഈ നിമിഷം ചൊല്ലിത്തരുന്ന പ്രാർത്ഥനകൾ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ഈ മുട്ടുകുത്തി പറ്റുമെങ്കിൽ മുട്ടുകുത്തി നിന്നോ നിന്നോ നിങ്ങൾ വളരെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുക. ഈശോയ്ക്ക് നമ്മൾ പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഓരോരുത്തരും ചൊല്ലി പ്രാർത്ഥിക്കണം. പിതാവായ ദൈവമേ, പരിശുദ്ധ ത്രിത്വത്തിന്റെ നാമത്തിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. എന്റെ ഈശോയെ, അങ്ങാണ് എന്റെ കർത്താവും എന്റെ ദൈവവും. ലോകത്തിലുള്ള എല്ലാത്തിനേക്കാളും ഉപരിയായി ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഈ ലോകത്തിന്റെ മായ കാഴ്ചകളിൽ മയങ്ങി അങ്ങയെ ഞാൻ മറന്നുപോയ നിമിഷങ്ങളെ ഓർത്ത് ഞാൻ പശ്ചാത്തപിക്കുന്നു. എന്റെ മൊബൈൽ ഫോണും ഇന്റർനെറ്റും ഇനി മുതൽ അങ്ങേക്ക് നിരക്കാത്ത രീതിയിൽ ഞാൻ ഉപയോഗിക്കില്ലെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. എന്റെ കണ്ണുകൾ അങ്ങയെ കാണാനുള്ളതാണ്. എന്റെ കാതുകൾ അങ്ങയുടെ വചനം കേൾക്കാനുള്ളതാണ്. എന്റെ നാവുകൾ അങ്ങയുടെ മഹത്വം പ്രഘോഷിക്കാനുള്ളതാണ്. എന്റെ ഹൃദയം പരിശുദ്ധാത്മാവിന് വസിക്കാനുള്ള ആലയമാണ്. ഞങ്ങളുടെ ശരീരങ്ങളെ പൂർണ്ണമായും അങ്ങേക്ക് ഭരമേൽപ്പിക്കുന്നു. ഞങ്ങളുടെ മനസ്സിന്റെ നിയന്ത്രണങ്ങളെ അങ്ങേക്ക് ഏൽപ്പിച്ചു തരുന്നു. വിശുദ്ധ മിഖായേൽ മാലാഖയെ പിശാചിന്റെ തന്ത്രങ്ങളിൽ പെട്ടുപോകാതെ എന്നെ കാത്തുകൊള്ളണമേ. പരിശുദ്ധ അമ്മേ, അങ്ങയുടെ നീലക്കച്ച കൊണ്ട് എന്റെ പഞ്ചേന്ദ്രിയങ്ങളെ പൊതിയണമേ. ദിവ്യകാരുണ്യനാഥ, അങ്ങയുടെ തിരുരക്തത്താൽ എന്നെ പൂർണ്ണമായും കഴുകി അങ്ങയുടെ പരിശുദ്ധിയിലേക്ക് എന്നെ നയിക്കണമേ. ഒരു നിമിഷം നിങ്ങൾ തലകുനിച്ച് നിൽക്കുക.
പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സ്വതന്ത്രരാകും. വിശ്വസിക്കുക, പരിശുദ്ധ ശക്തിയാൽ നിങ്ങൾ ആഗ്രഹിച്ച വിടുതൽ ലഭിച്ചു കഴിഞ്ഞു. നിങ്ങളെ ബന്ധിച്ചിരിക്കുന്ന പാപങ്ങൾ അഴിയപ്പെട്ടിരിക്കുന്നു. നിങ്ങളെ ബാധിച്ചിരിക്കുന്ന എല്ലാ അശുദ്ധിയെയും അടിമത്തത്തിന്റെയും ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ദൈവം നല്ല എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞു ഒരു നിമിഷം ഒന്ന് സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, വചനം ഞങ്ങൾ പ്രകാശിക്കട്ടെ. ഈശോയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, നമ്മള് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദം നമ്മൾ സ്വീകരിക്കുകയാണ്. നമുക്കായിരിക്കുന്ന സ്ഥലങ്ങളിൽ മുട്ടിന്മേൽ നിൽക്കാം. വലിയ സ്നേഹത്തോടു കൂടി ഇന്ന് എന്നെ ഈശോ എത്ര മാത്രമാണ് എന്നെ സ്നേഹിക്കുകയും എന്നെ അനുഗ്രഹിക്കുകയും എൻ്റെ എല്ലാ മേഖലകളിലും വിടുതൽ നൽകി ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ, ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കാനായിട്ട് അവിടെ എത്ര വലിയ കൃപയാണ് എനിക്ക് നൽകിയത്. ആ വലിയ സ്നേഹം ഈശോയോട് ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ഈശോ ദിവ്യകാരുണ്യത്തിന് മുന്നിൽ നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുമ്പം നമുക്ക് ഇനി നമ്മൾ ഈശോയുടേതായിട്ട് മാറിക്കഴിഞ്ഞെന്നുള്ള ഉറപ്പ് നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. വലിയ സ്നേഹത്തോടു കൂടി ഈശോയെ കണ്ടുകൊണ്ട് നമുക്ക് ഈ നിമിഷം ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. കർത്താവേ നന്ദി, ഈശോയെ സ്തോത്രം, ഈശോ ആരാധന, ഈശോ മഹത്വം. ഈ ലോകം മുഴുവനുള്ള അങ്ങയുടെ മക്കളെ പരിപൂർണ്ണമായിട്ട് വിശദീകരിക്കപ്പെടട്ടെ. അവരുടെ എല്ലാ കുറവും വിട്ടുപോകട്ടെ. ആത്മാവിന്റെ കൃപാവര ശക്തി മക്കളിൽ ജലിക്കട്ടെ. സ്നേഹം നിറയട്ടെ. ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്കാരാധന. ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധമയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഗർഭത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.